ശേഷം ഹര ഹര മഹാദേവ് എന്നുള്ള നാമൊക്കെ പ്രാർത്ഥിച്ച് ഗോപുരം വഴി പുറത്ത് കടക്കുക. മഹാദേവനെ കാണാൻ വന്നത് ഇവരെല്ലാരും കൂടെ വന്ന് കണ്ട് ഭഗവാന്റെ അനുഗ്രഹമൊക്കെ വാങ്ങി വരുന്ന സമയത്താണ് കൈലാസത്തിന്റെ മുമ്പില് സ്കന്ദനും സ്കന്ദന്റെ സഹോദരങ്ങളും കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എല്ലാവരും സ്കന്ദന്റെ പാദത്തിൽ നമസ്കരിച്ചു, ബ്രഹ്മദേവൻ ഒഴികെ. ബ്രഹ്മദേവൻ നമസ്കരിച്ചില്ല. ആ സമയത്ത് സ്കന്ദദേവൻ എന്ത് ചെയ്തു? രത്നസിംഹാസനത്തിൽ വന്നിരുന്ന് തന്റെ സഹോദരന്മാരും ഒത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. മുരുകദേവന്റെ ദർശനം കിട്ടിയപ്പോ ദേവന്മാർക്കെല്ലാം വലിയ സന്തോഷമായി. അവർ കുറെ നാമസങ്കീർത്തനം, ഭഗവാന് ഭയങ്കര ഇഷ്ടം ഭഗവാന്റെ പാട്ട്. ഭഗവാന്റെ സ്കന്ദദേവന്റെ ആ ഒരു ഭജന എന്ന് പറഞ്ഞാൽ സ്കന്ദന് ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പൊ നമ്മളിൽ ഒരാളായി സ്കന്ദൻ വന്നിരിക്കും. ഇപ്പം സീരിയസ്, നമ്മള് ഭഗവാന്റെ കൃഷ്ണാട്ടം കാണുമ്പോ കൃഷ്ണൻ നമ്മളിൽ ഒരാളായി വന്നിരുന്ന് കൃഷ്ണാട്ടം കാണുന്ന പറഞ്ഞ പോലെ നമ്മളിപ്പോ ഭഗവാന്റെ കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ നമ്മളിൽ ഒരാളായി നമ്മൾ അറിയാതെ ഭഗവാൻ ഇവിടെ വന്നിരിക്കും. നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. ഭഗവാൻ ഇരിക്കുന്നുണ്ടാവും നമ്മുടെ കൂട്ടത്തില് അദൃശ്യനായിക്കൊണ്ട്. കാരണം ഭഗവാന്റെ കാര്യങ്ങളല്ലേ ഈ പറയുന്നത്. ആ സമയത്ത് സ്കന്ദൻ നോക്കുമ്പോ എല്ലാവരും വന്നിട്ട് ഭഗവാനോട് ഭവ്യതയോടെ നന്ദിയൊക്കെ പറഞ്ഞ് യാത്രയായി. പ്രായം കൊണ്ടും അറിവ് കൊണ്ടും സ്കന്ദദേവനെ ബാലകനായിട്ടാണ് ആര് കാണുന്നത്? നമ്മുടെ ബ്രഹ്മദേവൻ കാണുന്നത്. ബ്രഹ്മദേവൻ മുതുമുത്തച്ഛനാണല്ലോ, സ്കന്ദൻ ഒരു ചെറിയ കുട്ടി. അപ്പൊ അദ്ദേഹം പ്രായം കൊണ്ടും അറിവ് കൊണ്ടും ഒരു ചെറിയ കുട്ടി എന്നുള്ള ഭാവത്തിൽ കണ്ടു. അതുകൊണ്ട് തന്നെ സ്തുതിച്ചില്ല. സ്കന്ദദേവനെ സ്തുതിക്കാതെ അഹങ്കാരത്തോടെ ബ്രഹ്മദേവൻ പോയി. ത്രിമൂർത്തികൾക്കും ദേവന്മാർക്കും എല്ലാം ആരാധ്യനായ, എല്ലാവരും ആരാധനയോടെ പൂജിക്കുന്ന മുരുകദേവനെ ഈ ബ്രഹ്മദേവൻ അവഗണിച്ചത് അഹങ്കാരം കൊണ്ടല്ലേ? ഇത്രയും ചെയ്ത ബ്രഹ്മദേവൻ തന്നെയല്ലേ കുമാരസംഭവത്തിന് വേണ്ടിയിട്ട് മഹാദേവന്റെ അടുത്ത് പോയി കാലു പിടിച്ചത്. എന്നിട്ട് ആ കുമാരനെ ബഹുമാനിക്കാതെ ബ്രഹ്മദേവൻ പോയപ്പോ അതൊരു അഹങ്കാരമാണ്. അങ്ങനെ ശിവനും സ്കന്ദനും രണ്ടു ശക്തികളല്ല എന്ന് ആരെ പഠിപ്പിക്കണം? ബ്രഹ്മദേവനെ പഠിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് മുരുകദേവനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പാർവതി ദേവികളുടെ പൂജകളൊന്നും തന്നെ, മുരുകദേവനെ ഒഴിവാക്കിയിട്ട് പാർവതി ദേവിക്ക് പൂജ ചെയ്തു കഴിഞ്ഞാൽ അത് പാർവതി ദേവി സ്വീകരിക്കില്ല. ആ ഒരു തത്വം അത് മനസ്സിലാക്കി കൊടുക്കണം ബ്രഹ്മദേവന്. മുരുകനും മഹാദേവനും വേറെ വേറെ അല്ല എന്നും മനസ്സിലാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ നോക്കുമ്പോ, മുരുകൻ നോക്കുമ്പോ അഹങ്കാരത്തോടെ തലയൊക്കെ കുലുക്കിക്കൊണ്ട് ബ്രഹ്മദേവൻ പോവാ, നടന്നു പോവാ. ഉടനെ മുരുകൻ എന്ത് ചെയ്ത് പിന്നിൽ നിന്നിട്ട് നാൻമുഖനെ വിളിച്ചു. നാല് മുഖം ഉണ്ടല്ലോ ബ്രഹ്മദേവനെ വിളിച്ചു. മുരുകദേവന്റെ അടുത്തേക്ക് വന്നു ആര്? വിരിഞ്ചൻ. വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ. ബ്രഹ്മദേവന്റെ ഓരോ നാമങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. വിരിഞ്ചൻ എന്ന് പറഞ്ഞ ബ്രഹ്മദേവൻ, നാൻമുഖൻ എന്ന് പറഞ്ഞ ബ്രഹ്മദേവൻ. വിളിച്ചു മനസ്സിലോടെയാണ് വരുന്നത്. നീ ഒരു ചെറിയ കുട്ടി, ഞാൻ ഇത്രയും വലിയ സംഭവം എല്ലാവരെയും സൃഷ്ടിക്കുന്നൊക്കെ ഞാനാണ്, നീ എന്നെ വിളിക്കുന്നു, ഓക്കെ ഞാൻ വരാം എന്നും പറഞ്ഞോണ്ട് ബ്രഹ്മദേവൻ വന്നു. ആ അഹങ്കാര ഭാവം കണ്ടപ്പോ തന്നെ മുരുകദേവന് കുറച്ച് ഇഷ്ടക്കേടായി. മുരുകൻ ചോദിച്ചു, ആകട്ടെ നിങ്ങൾ എന്ത് തൊഴിലാ ചെയ്യുന്നത്? നേരെ ബ്രഹ്മദേവനോട് എന്താ ചെയ്യുന്നത്, എന്താ പണിയെന്ന് ചോദിച്ചു. അപ്പൊ ആ ഗംഭീരമായിരിക്കുന്ന സ്കന്ദന്റെ ആ ഒരു വലിയൊരു ചോദ്യമാണല്ലോ അത്. ആ ചോദ്യം കേട്ടപ്പോ പ്രത്യേകം ഇങ്ങനെ ദേവന്മാരെ നിയമിച്ച് പോരുന്നു ഓരോ ജോലിക്ക് എന്നുള്ളതാണല്ലോ മുരുകന്റെ ആ ചോദ്യത്തില്. നിങ്ങൾ എന്തോ ഒരു ജോലി ചെയ്യുന്നുണ്ട്, അപ്പൊ മറ്റുള്ളവർക്കൊക്കെ എന്തോ ജോലി ഉണ്ട്, നിങ്ങളുടെ ജോലി എന്താന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു പരിഹാസം. കാരണം അത്രയും വിദ്യയുണ്ട് ഭഗവാന്, അത്രയും ജ്ഞാനമുണ്ട്. നമ്മളൊരു കാര്യം പറയണമെങ്കിൽ അവിടെ തുടങ്ങിയിട്ട് ഇവിടെ അവസാനിപ്പിക്കും. മഞ്ചനീസിലൊക്കെ ചില ആൾക്കാർ വിളിക്കും എന്തെങ്കിലും കാര്യം പറയാനുണ്ട്, പക്ഷെ അവിടെ തുടങ്ങി ഇവിടെ തീരെ. അതിനിപ്പോ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ വെച്ചിരിക്കാം. കാരണം അവര് ക്ലാസ് എടുത്തിട്ട് എന്നോട് വിഷമം പറയാൻ വിളിക്കുക, പക്ഷെ കണ്ടന്റ് പറയില്ല, കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അത്രയും സമയം കേൾക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 11 അമ്മമാര് വർക്ക് ചെയ്യുന്നുണ്ട്. അവരിപ്പോ വരും നാളെ, മറ്റന്നാൾ 30-ാം തീയതി. അപ്പൊ അവര് കേൾക്കും, എന്നിട്ട് കണ്ടന്റ് മാത്രം എന്റെ അടുത്ത് പറയും, ഇതാണ് മാതാജി അവരുടെ പ്രശ്നം. അപ്പൊ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അതേപോലെ മുരുകൻ എന്താ ചെയ്തത്? 100 കാര്യം പറയാൻ, ഒരു കാര്യം പറയാൻ 100 വാക്കുകൾ എടുത്തില്ല. താങ്കളുടെ തൊഴിലെന്താ? അപ്പൊ പല ദേവന്മാർക്ക് പല തൊഴിലുണ്ട്, അതിലൊരാള് താങ്കളും. ആ ഒരു അപ്പൊ അത് ബ്രഹ്മദേവൻ ആ ഒരു പൊരുൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നെ ഒരു സാധാ ഒരു ജോലിക്കാരൻ എന്നുള്ള പോലെ കണ്ടു എന്നുള്ള ഒരു ഉത്ബോധം ബ്രഹ്മദേവനും വന്നു. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ശ്രീ ഗംഗാധര ദേവന്റെ കൽപ്പന അനുസരിച്ച് സൃഷ്ടി എന്ന തൊഴിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഗംഗാധരൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ സൃഷ്ടി ചെയ്യുന്നു. ഭയം കൊണ്ടോ ബഹുമാനം കൊണ്ടോ എന്നറിയില്ല, ബ്രഹ്മദേവനെ കുറച്ചൊരു പേടിയും തോന്നി. മൊത്തത്തിൽ പറയാൻ ഒരു പേടിയോ എന്തോന്ന് ബ്രഹ്മദേവനെ ഒരു ടെൻഷൻ വന്നുള്ളേ. അപ്പൊ മുരുകൻ പറഞ്ഞു, ഓഹോ, അപ്പൊ സൃഷ്ടികർത്താവായ നിങ്ങൾ വേദശാസ്ത്ര പണ്ഡിതനായിരിക്കണമല്ലോ. നിങ്ങൾ സൃഷ്ടിയൊക്കെ നടത്തല്ലേ, അപ്പൊ വലിയ വേദപണ്ഡിതനൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞു, എണ്ണമില്ലാത്ത ശിവാധമ ശാസ്ത്രങ്ങളുടെ ഉറവിടമായിരിക്കുന്ന ശ്രീ ഗംഗാധരൻ അവയിൽ ചിലതൊക്കെ എനിക്ക് ഉപദേശിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ വേദങ്ങൾ ഗംഗാധരൻ എനിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്കതൊക്കെ മനഃപ്പാഠമായിട്ട് അറിയാം. ഇതൊരു അഹങ്കാരമല്ലേ? വേദങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ, എനിക്കത് മനഃപ്പാഠമായിട്ട് അറിയാം.
സൃഷ്ടികർത്താവായിരിക്കുന്ന ഈ ബ്രഹ്മദേവന്റെ വാക്ക് കേട്ടപ്പോൾ മുരുകൻ അങ്ങ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. വേദം പഠിച്ചു എന്നല്ലാതെ വേദപ്പൊരുളിൽ ബ്രഹ്മദേവൻ അജ്ഞാനിയാണ്. വേദം പഠിച്ചിട്ടുണ്ട്, പക്ഷെ വേദപ്പൊരുളിന്റെ അർത്ഥം അറിഞ്ഞൂടാ. സ്കന്ദൻ പറഞ്ഞു, കൊള്ളാം, വേദബോധ ജ്ഞാനം നിങ്ങൾക്കുണ്ട്. അപ്പോ ആദ്യ വേദമായിരിക്കുന്ന വേദം ഏതാ? ആദ്യത്തെ നമ്മുടെ വേദം ഏതാപ്പാ? ഋഗ്വേദം. നമ്മുടെ ആദ്യത്തെ വേദം ഋഗ്വേദാണ്. അപ്പൊ ആ ഋഗ്വേദത്തെ കുറിച്ച് നിങ്ങളൊന്ന് പറയൂ, ഞാൻ കേൾക്കട്ടെ. എനിക്ക് വേദമൊക്കെ അറിയാതല്ലേ പറഞ്ഞത്. വേദങ്ങളുടെ എല്ലാം ആദ്യത്തെ മന്ത്രമായിരിക്കുന്ന ഓം എന്ന മന്ത്രത്തോടെ ബ്രഹ്മദേവൻ ഋഗ്വേദം പറയാൻ തുടങ്ങി. വേദങ്ങളുടെ എല്ലാം പ്രണവ മന്ത്രം ഓം എന്നാണ്. അതോടുകൂടി ആ ഒരു ഓം എന്ന മന്ത്രത്തോടെ ബ്രഹ്മദേവൻ എന്ത് ചെയ്ത് വേദം പറയാൻ തുടങ്ങി. പ്രണവ മന്ത്രത്തെ തിരുമുഖങ്ങളിൽ നിന്ന് ഒന്നായി അരുളി ചെയ്ത വേദപ്പൊരുളായിരിക്കുന്ന പ്രണവ മന്ത്രത്തെ അരുളി ചെയ്തതേ സ്കന്ദനാണ്. കാരണം സ്കന്ദനും മഹാദേവനും തമ്മിൽ വേറെ ഇല്ലല്ലോ. അപ്പൊ ആ ഓം എന്ന ആ വേദമന്ത്ര പൊരുള് പറയുന്നതേ നമ്മുടെ സ്കന്ദനാണ്. സ്കന്ദദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്രഷ്ടാവേ, നിർത്തു 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 സ്രഷ്ടാവേ, നിങ്ങൾ ആദ്യമായി ഉരുവിട്ട ഓം എന്ന പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം എന്ത്? അപ്പോ ഓം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അയ്യോ, ഇപ്പൊ നമ്മളും ബ്രഹ്മദേവനെ പോലെ ആയിപ്പോയി. എന്താ നമ്മളെല്ലാത്തിനും ഓം നമ ശിവായ, ഓം ഓം എന്നൊക്കെ പറയും. ഓമിന്റെ അർത്ഥം എന്താ? ദൈവമേ, ഇതുവെല്ലാം മുസ്ലിംസ് ഒക്കെ കേട്ടില്ലേ? നാളെ നമ്മൾ ഹിന്ദുക്കൾക്ക് അതുപോലെ അറിയില്ലേ, പതുക്കെ പറയും. അപ്പൊ ഓം എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് അറിഞ്ഞൂടാ. അപ്പോ ബ്രഹ്മദേവൻ ആകെ ടെൻഷനായി. ഇത് വല്ലാത്തൊരു ചോദ്യമായി പോയല്ലോ. കണ്ണുകളിലെല്ലാം ഇരുട്ട് കയറാൻ തുടങ്ങി ബ്രഹ്മദേവന്. നാക്കും തൊണ്ടയൊക്കെ വരണ്ടു പോകുന്നത് പോലെ ബ്രഹ്മാവിന് തോന്നി. പരമേശ്വരൻ എഴുന്നള്ളിയിരുന്ന ആ പീഠമായിട്ടും സകല മന്ത്രവേദാദികൾക്ക് മൂലമായും മറ്റുള്ള ദേവന്മാരുടെ സൃഷ്ടി സ്ഥാനമായും കാശിയില് പരലോക പ്രാപ്തി നേടുന്നവർക്ക് സർവേശ്വരൻ ഉപദേശിച്ചരുളുന്ന താരക ബ്രഹ്മമായിട്ടും മാറുന്ന ആ പ്രണവ മന്ത്രാർത്ഥം, ആ ഓം എന്ന മന്ത്രം, അതിന്റെ അർത്ഥം പറയാൻ കഴിയാതെ സൃഷ്ടികർത്താവായിരിക്കുന്ന കമലാസനൻ ആകെ ടെൻഷനായി. ഓം എന്ന വാക്കിന്റെ അർത്ഥം പറയാൻ പറ്റുന്നില്ല. ആകെ വിയർത്തോടെ ഈ ജന്മം, ഈ താരകം എന്ന് പറഞ്ഞ ഈ മഹാസമുദ്രം, ആ ഒരു മഹാസമുദ്രത്തെ നമ്മൾ തരണം ചെയ്തേ പറ്റൂ. ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട്, വീട്ടിൽ ചെന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ. ഇനി ഞാൻ അവിടെ ചെന്ന അതിലേറെ പ്രശ്നങ്ങള്. 6 ദിവസത്തെ ലീവ്, പിന്നെ 10ആയി 12ആയി എക്സ്ക്യൂസായി ഇട്ട് നമ്മളെ നടുവൊടിക്കും. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളാണ് നമുക്ക്. അങ്ങനെ ഓരോ പ്രശ്നങ്ങളായി മാറിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓം താരകമന്ത്രമായത്? ജീവിതം എന്ന് പറയുന്ന ഏറ്റവും വലിയ സമുദ്രത്തെ തരണം ചെയ്യുവാൻ, താരകം എന്നാൽ തരണം ചെയ്യുക, അങ്ങനെ തരണം ചെയ്യുവാൻ നമ്മൾക്ക് ഈ സഹായിക്കുന്നത് കൊണ്ടാണ് ഓം എന്നത് താരകമന്ത്രമായി, ഋഗ്വേദത്തിൽ താരകമന്ത്രം എന്നാ പറയുന്നത് ഓമിനെ, താരകമന്ത്രമായി മാറിയിരിക്കുന്നത്. ഗർഭജന്മ ജരാ മരണ സംസാര മഹദ്ഭയാ സന്ധാരയതി തസ്മാത് താരകം. ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഋഗ്വേദത്തില്. ഗർഭ ജന്മ ജരാ മരണ സംസാര മഹദ്ഭയാത്. ഗർഭത്തിൽ നിന്ന് വരുന്നത് മുതൽ ജന്മമെടുത്ത് ജരാമരണം, ജനിച്ച് ജീവിച്ച് മരിച്ച് സംസാര സാഗരമാവുന്ന ഈ ജീവിതത്തെ നമ്മൾ തരണം ചെയ്യുന്നത് കൊണ്ട് അത് താരകമന്ത്രമായിരിക്കുന്നു. ആ താരകമന്ത്രത്തെ നമ്മൾ ഓം എന്ന് വിളിക്കുന്നു, പ്രണവാക്ഷരം. ക്ലിയർ എന്നാണ് താരകോപനിഷത്തിലും പറഞ്ഞിരിക്കുന്നത്. സ്കന്ദൻ പറഞ്ഞു കൊടുക്കണം. താരകോപനിഷത്തിൽ ഓമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. താരക ബ്രഹ്മത്തിന്റെ അർത്ഥം ബ്രഹ്മദേവൻ അറിഞ്ഞൂടാ. ഏതൊരുവനെ കൊണ്ടും സ്വയം അറിയാൻ സാധിക്കാത്ത തത്വമാണ് താരക മന്ത്ര തത്വം. അതാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ആരെങ്കിലും ഹിന്ദുത്വത്തെ കുറിച്ച് നമ്മളോട് തലകീഴായി എന്തിനാ അമ്പലത്തിൽ പോകണമെന്ന് ചോദിച്ചാൽ തനിക്ക് എല്ലാം അറിവുണ്ടോ? താരക ബ്രഹ്മതത്വം എന്താ? പോട്ടെ, കേവലം ഓം എന്ന അക്ഷരത്തിന്റെ അർത്ഥം എന്താ? ഒറ്റ ചോദ്യം അവന്റെ മുമ്പിൽ ഇട്ടാൽ മതി, അവൻ വായ മൂടി പോയിക്കോളും. അപ്പൊ ഈ താരക ബ്രഹ്മതത്വം സ്കന്ദൻ നമുക്ക് പറഞ്ഞു തന്നു അല്ലെ. ഈശ്വര തൃപ്പാദങ്ങളിൽ ഹൃദയശുദ്ധിയോടെ സ്വയം അർപ്പണമാകുക, അതാണ് പ്രണവതത്വം. പ്രണവതത്വം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ തൃപ്പാദങ്ങളിൽ ഹൃദയവിശുദ്ധിയോടുകൂടി സ്വയം അർപ്പണമാകുക. പരിശുദ്ധമായിരിക്കുന്ന വേദങ്ങളുടെ എല്ലാം തുടക്കത്തിലും
അവസാനത്തിലും നിൽക്കുന്നു എന്ത് വിളങ്ങുന്നു ഓം എന്ന പ്രണവമന്ത്രം. ആ പ്രണവമന്ത്രം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ ബ്രഹ്മാവിന്, സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവിന് അറിഞ്ഞൂടാ. അപ്പോ സാധാരണക്കാരായിരിക്കുന്ന മറ്റുള്ളവർക്ക് അത് എങ്ങനെ അറിയാം? ബ്രഹ്മദേവന് പോലും അറിയില്ല, പിന്നെ എങ്ങനെ സാധാരണക്കാർക്ക് അറിയാം? ഇതറിയാമെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നത് പരിഹാസപ്രധാനമായിരിക്കുന്ന ഒരു പ്രവണതയാണ്, എല്ലാം അറിയാമെന്ന് പറയുന്നത്, അല്ലെ? അങ്ങനെ ശ്രീ ഗംഗാധരനോട് പ്രണവാർത്ഥത്തിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാൻ മറന്നുപോയ ആ ഒരു ബുദ്ധിയില്ലായ്മ, മഹാദേവനോട് ചോദിച്ചാൽ പോരായിരുന്നു? വേദം പറഞ്ഞു കൊടുത്തപ്പോ ബ്രഹ്മദേവൻ അതിന്റെ അർത്ഥം എന്താ? അതുപോലും ചോദിക്കാനുള്ള ബുദ്ധിയില്ലായ്മയെ കുറിച്ച് ഓർത്ത് ബ്രഹ്മാവ് ഇങ്ങനെ ദുഃഖിച്ചു നിൽക്കാണ്. വേണ്ടതൊന്നും പഠിക്കാതെ അഹമെന്ന, ഞാനെന്ന ഭാവം അഭിനയിച്ചു നടന്ന ആ ബ്രഹ്മദേവനോട് സ്കന്ദദേവന് ഒരു കരുണയും തോന്നിയില്ല. സ്കന്ദൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഞാനെന്ന ഭാവം ഉണ്ടെങ്കിൽ അവരോടൊരു പാവം തോന്നൂല. ഒരു കരുണയും സ്കന്ദന് തോന്നിയില്ല. മുരുകൻ ചോദിച്ചു, കൊള്ളാം, പ്രണവമന്ത്രത്തിന്റെ അർത്ഥം എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്ത നിങ്ങൾ സ്രഷ്ടാവെന്ന് അഹങ്കരിച്ച് നടക്കുന്നു. അത്ഭുതം തന്നെ. മുരുകന്റെ കയ്യിലല്ലേ കിട്ടിയത്, കളിയാക്കി കൊന്ന് നശിപ്പിച്ച് അവൻ ഇട്ടുകൊടുക്കും. അത്ഭുതം തന്നെ, സൃഷ്ടകർത്താവാന്നും പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുക. പ്രണവമന്ത്രത്തിന്റെ അക്ഷരം പോലും അറിയില്ല. വിവരദോഷിയാകുമ്പോ സൃഷ്ടിയെ കുറിച്ചെങ്കിലും പറയാൻ പഠിക്കണം. മനസ്സിലായില്ല? അറ്റ്ലീസ്റ്റ് വിവരദോഷിയാണ് നിങ്ങൾ എന്ന് പറഞ്ഞു. ദേഷ്യം വന്ന സ്കന്ദൻ എന്ത് ചെയ്ത് 4 തലയിൽ നോക്കിട്ട് ഒറ്റ അടി ബ്രഹ്മദേവനെ. മനസ്സിലായോ അതെങ്ങനെ അടിക്കാന്ന്? നമ്മള് കൈവച്ചിട്ട് ഇങ്ങനെ അടിക്കില്ലേ, ഇങ്ങനെ അടിക്കില്ലേ, അതേപോലെ ബ്രഹ്മദേവന്റെ 4 തലയും കൂട്ടി സ്കന്ദനൊന്ന് കൊടുത്തു, ഒരൊറ്റ അടി. അത് ചെയ്യുമ്പോ എന്നിട്ട് പറയാണ് സ്കന്ദൻ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോ ആ പ്രവൃത്തിയെ കുറിച്ച് ബോധവാനായിരിക്കണം. ഒരൊറ്റ അടിയും കൊടുത്തിട്ട് ബ്രഹ്മദേവനെ ഭഗവാൻ പറഞ്ഞു, വിപരീത ഫലം ഉണ്ടാവാം. ചെയ്യുന്ന പ്രവൃത്തി ശ്രദ്ധ വെച്ചിട്ടില്ലെങ്കിൽ വിപരീത ഫലം ഉണ്ടാവും. അല്ലാത്ത പക്ഷം ലോക സൃഷ്ടി നടത്തുന്ന ബ്രഹ്മദേവനാന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കരുത്. മനസ്സിലായില്ലേ? സ്കന്ദന്റെ ദേഷ്യം, ആ ബ്രഹ്മാവിന് കിട്ടിയ അടി, എന്താ പറയാ, ആ തൃക്കൈ കൊണ്ട് മാത്രല്ല സ്കന്ദൻ അടിച്ചത്, 4 തൃക്കരങ്ങൾ കൊണ്ട് 3 ശിരസിനും കൊടുത്തു. പിന്നെ അങ്ങനെ അടിച്ച് ബ്രഹ്മാവിന്റെ ഫുള്ളും ചോര, തലമുടിയൊക്കെ. അയ്യോ, പരമഭക്തനായിരിക്കുന്ന അരുണഗിരിയാർ ഇതേ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്, അദ്ദേഹം അതിൽ എഴുതി വെച്ചത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരിച്ചിരിച്ചൊരു വഴി, ഒരു സിനിമ കാണുന്ന പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ചോരയൊലിച്ച് ആ വെളുത്ത താടിയിലൊക്കെ ചോര. ബ്രഹ്മദേവന്റെ അഹംഭാവം മുഴുവൻ പോയി. ബ്രഹ്മദേവന്റെ സ്കന്ദന്റെ തൃപ്പാദങ്ങൾ കൊണ്ട് ബ്രഹ്മദേവനെ അങ്ങോട്ട് ഒരൊറ്റ ചവിട്ട് മറിച്ച് അവിടെ തള്ളിയിട്ടിട്ട്, അപ്പോ നമ്മൾ വിചാരിക്കും സ്കന്ദൻ ഇത്രയും ദ്രോഹിച്ചല്ലോ എന്ന്. ഭഗവാന്റെ മുരുകന്റെ പാദം കൊണ്ട് ബ്രഹ്മാവിനെ ഇങ്ങനെ അടിച്ചിട്ടപ്പത്തേ, അങ്ങനെ ചവിട്ടിയിട്ടപ്പത്തേക്കും ബ്രഹ്മാവിന് മുരുകനോട് പാദദീക്ഷ കിട്ടിയെന്നാ പറയുന്നത്. അങ്ങനെ മറിച്ചിട്ട് പാദദീക്ഷ ചെയ്ത് കൽപ്പാന്തത്തോളം കഠിനമായ തപസ്സനുഷ്ഠിച്ചാലും കിട്ടില്ല പാദദീക്ഷ. എത്ര കോടി നമ്മൾ തപസ്സനുഷ്ഠിച്ചാലും പാദദീക്ഷ കിട്ടില്ല. അങ്ങനെ പാദദീക്ഷ കൊടുക്കാൻ നമ്മുടെ മുരുകൻ കനിഞ്ഞനുഗ്രഹിച്ചു ബ്രഹ്മാവിനെ. ആലോചിച്ചു. അങ്ങനെ എന്നിട്ട് മുരുകൻ വീരബാഹുവിനോട് പറഞ്ഞു, എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, സഹോദര, ഹൃദയത്തിൽ ഇരുട്ട് നിറഞ്ഞ ഈ ബ്രഹ്മാവിനെ കൊണ്ടുപോയിട്ട് കാരാഗ്രഹത്തിൽ അടക്കിന്ന് പറഞ്ഞു. അവന്റെ ഹൃദയം മുഴുവൻ ഇരുട്ടാ, പോയിട്ടാണ് കാരാഗ്രഹത്തിൽ ഇടുന്നത്. വീരബാഹു നമ്മുടെ ആടിനെ പിടിച്ചുകൊണ്ട് വന്ന മുരുകന്റെ സഹോദരൻ, ആ ഹൃദയത്തിൽ ഇരുട്ടുള്ള ബ്രഹ്മാവിനെ കൊണ്ട് കാരാഗ്രഹത്തിൽ ഇടുന്നു പറഞ്ഞു. വീരബാഹും മറ്റ് സഹോദരന്മാരും എല്ലാം കൂടി ഓടി വന്ന് ചങ്ങല എടുത്ത് ബ്രഹ്മാവിനെ കെട്ടി, ചങ്ങല കൊണ്ട് കെട്ടി സ്കന്ധസ്ഥലത്തുള്ള ഒരു ഗുഹയിൽ കൊണ്ടുപോയിട്ട് കഥകളൊക്കെ അടച്ചു കളഞ്ഞു, കൊണ്ടുപോയിട്ട് ബ്രഹ്മദേവനെ. എന്നിട്ടോ സ്കന്ദദേവന്റെ മഹിമകൾ മറന്നിട്ട് ദേവനിന്ദ എന്ന മഹാപാപം ചെയ്യുന്നവർ എത്ര വലിയ മാന്യന്മാരാണെങ്കിലും ശരി, ശ്രേഷ്ഠ പദവിയിൽ ഇരിക്കുന്നവരാണെങ്കിലും ശരി, എന്തായാലും കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ബ്രഹ്മദേവന്റെ ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പണ്ഡിതനായിരിക്കുന്ന ആ ബ്രഹ്മദേവൻ എന്ന അഹങ്കരിച്ച ആ ബ്രഹ്മദേവന്റെ അഹങ്കാരം ശ്രമിച്ച് ബ്രഹ്മദേവന്റെ ജോലി മുരുകൻ ഏറ്റെടുത്തു. എന്തായാലും കാരാഗ്രഹത്തിലല്ല, അവിടെ കിടക്കുന്നു, ഇനി സൃഷ്ടി ഞാൻ നടത്തിക്കൊള്ളാന്ന് പറഞ്ഞു. മുരുകൻ ഏറ്റെടുത്ത് ബ്രഹ്മദേവന്റെ ജോലി. സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾക്കെല്ലാം ഏകസ്ഥാനമായ സ്കന്ദദേവൻ സ്കന്ദ സ്ഥലത്തേക്ക് ഏകമുഖം, അതായത് ഒരൊറ്റ മുഖത്തോടും 4 കൈകളോടും കൂടിയായിട്ട് വന്ന് ഭഗവാൻ ഇരിക്കുക. സ്കന്ദദേവൻ ഇരുന്ന്, എന്നിട്ടോ ബ്രഹ്മാവിനെ പോലെ തന്നെ കയ്യിലൊരു ജപമാലയും മറ്റു കയ്യിൽ കമണ്ഡലും ഒക്കെ ധരിച്ച്, മറ്റ് കൈകളിൽ അഭയകരമായിട്ടും വരദകരമായിട്ടൊക്കെ ഇരുന്ന്
സൃഷ്ടിദേവന്റെ തൊഴിലങ്ങടെ എടുത്ത് ബ്രഹ്മദേവൻ, നിന്നെ കൊണ്ട് മാത്രമല്ല സൃഷ്ടി നടത്താൻ പറ്റില്ല, എന്നെ കൊണ്ടും പറ്റുമെന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ ലക്ഷണങ്ങളും ഓങ്കാരനാഥ പരബ്രഹ്മമായിരിക്കുന്ന സ്കന്ദദേവനെ വാനോളം പുകഴ്ത്തി. ഭഗവാൻ അഹങ്കാരം ശമിപ്പിക്കും. ഈശ്വര നിന്ദ ചെയ്യാൻ പാടില്ല. നമ്മൾ എത്ര വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോണു, നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ആ ശ്രീകോവിലിന്റെ വാതിലില്ലേ, അത് മറികടന്ന് എത്ര വട്ടം പോവുകയാണെങ്കിലും ശരി, അടച്ചിട്ടതാണെങ്കിലും ശരി, ഇങ്ങനെ നമ്മൾ വണങ്ങിയിട്ട് വേണം പോകാൻ. വെറുതെ ഇങ്ങനെ അവിടെ നിന്നിട്ട് ആ സുശീലേ വാ വാ ഞാൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് പോരെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ആർത്ത് വിളിക്കാനൊന്നും പാടില്ല. ഭഗവാൻ ഇരിക്കുന്ന ആ നേരായ ശ്രീകോവിൽ അവിടെ എത്തുമ്പോൾ നമ്മൾ ഭഗവാനെ ഒന്നിങ്ങനെ നമസ്കരിച്ച് തല കുനിഞ്ഞ് വണങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുക. അത് അത്യാവശ്യമാണ്. അല്ലാതെ അത് നട അടച്ചിരിക്കുക, കുഴപ്പമില്ല, അങ്ങനെയൊന്നും നിസ്സാരമാക്കി നമ്മൾ കളയും. എത്ര വട്ടം ഈശ്വരന്റെ മുമ്പിൽ തല കുനിയുന്നോ അത്ര വട്ടം ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഈ ക്ഷേത്രത്തിന്റെ അവിടെയും ഇവിടെ നിന്നിട്ട് ഒച്ചത്തിൽ സംസാരിക്കുക, മൊബൈല് റിങ്ങിൽ വെച്ചിട്ട് ഹറപറയാൻ കഥ പറയുക, മറ്റുള്ളവരെ കുറ്റം പറയുക, കുടുംബകഥകൾ പറയുന്നൊന്നും ചെയ്യരുത്. പരമ പവിത്രമായ ഭൂമിയാണിത്. ഇവിടെ ഒരു നിശബ്ദത പാലിക്കുക. ഇവിടെയും ഭഗവാന്റെ ആ ഒരു സാമീപ്യം അടുത്തറിയുക. എന്നിട്ട് ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒന്നും സന്തോഷമില്ല, സമാധാനം ഇല്ല. നമ്മുടെ വിവേകാനന്ദ പാറയിൽ പോയിട്ട് അവിടെ ഒരു റൂം അടച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് ഓം എന്നുള്ള പ്രണവമന്ത്രം ഇട്ടെടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എന്തൊരു സുഖം അവിടെ ഇരുന്നപ്പോ. ഇവിടെ എത്രയും നല്ല സ്ഥലമുണ്ടേ. എന്നിട്ട് കാശും ചെലവാക്കി വിവേകാനന്ദ പാറ പോകുന്ന കുറെ കേരളക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ നമുക്ക് നമ്മുടെ ഭഗവാന്റെ അടുത്ത് സ്വസ്ഥ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് മെഡിറ്റേഷൻ ചെയ്യും. അല്ല വിനോദേട്ടാ, എന്ത് സുഖം. നിങ്ങൾ വരും ഒരിക്കൽ ചെന്നൈയിലേക്ക്. ആരെയൊക്കെ ചെന്നൈയിലേക്ക് വരുന്നത് എന്റെ നമ്പർ എടുത്ത് വിളിക്കും. നമ്മളെ വീട്ടിൽ വന്നിട്ട് പോകും. ചെന്നൈയിൽ എവിടെ നിങ്ങൾക്ക് കേരള ഫുഡ് കിട്ടൂല കേട്ടോ, എന്റെ വീട്ടിൽ കിട്ടും. ഞങ്ങളെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ വരും. അപ്പൊ അവിടെ വന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്ത് ആ ഭഗവാനെ നേരെ നോക്കി കുറച്ചേരി ഇരുന്നാൽ എന്തൊരു മനതൃപ്തിയാന്നറിയോ, എന്തൊരു മനസ്സമാധാനം അറിയാം. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോ ഹാളിൽ AC വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ചെറിയ തണുപ്പും, കാരണം ചെന്നൈയിലെ ചൂടല്ലേ, നടക്കൂല. അതിന്റെ പരിണിത ഫലം പറയും, വിജയ് വന്നാലേ രക്ഷയുള്ളൂ. 200 യൂണിറ്റ് ഫ്രീ ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാലിൻ സാർ എന്നാണ് ഞങ്ങൾ 10,000 രൂപ കറണ്ടിൽ ഇറങ്ങുന്നത്. അപ്പോ അവിടെ അങ്ങ് ഇരിക്കുമ്പോ ആ തണുപ്പൊക്കെ എടുക്കും, എന്തൊരു മനസ്സമാധാനം അറിയാം. അപ്പൊ നമ്മളെ വീട്ടില് നമ്മുടെ ക്ഷേത്രത്തിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടെന്നേ അത് തിരിച്ചറിയേണ്ടി. ഇവിടെ വന്നിട്ട് കുറ്റം പറഞ്ഞും കഥ പറഞ്ഞും പല കഥയും ചെയ്തിട്ട് ഇവിടെ സമാധാനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടും. അതല്ല, നമ്മൾ കുറച്ചു പേര്, ഇത്രയും ആൾക്കാർ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇതിൽ കവിഞ്ഞ ആൾക്കാർ വന്നു കഴിയുമ്പോൾ അവര് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയാം, നിങ്ങൾ ക്ഷേത്ര ഭാരവാഹികളാണ്. നോക്കൂ, ഒന്ന് പതുക്കെ സംസാരിക്കും കേട്ടോ. ഞങ്ങളിവിടെ അന്നദാനമൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളിവിടെ അന്നദാനത്തിന് കുക്ക് ചെയ്യുന്നില്ലേ, അവിടെ അയ്യോ ഞാനിങ്ങനെ ചെയ്യാ, ഇതിലത് ഇട്ടോ, കുറച്ച് മുളക് പൊടി ഇട്ടോ, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോ, അത് ചെയ്യണ്ട ഇങ്ങനെയല്ല. ഓം ശരവണഭവ, ഓം ശരവണഭവ, ഓം വജത്ഭുവേവ, ഓം വജത്ഭുവേനമ, ഓം വജത്ഭുവേനമ, ഓം നമഃ ശിവായ എന്ന് സ്വയം മന്ത്രം പറഞ്ഞുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യും. വിളമ്പി കൊടുക്കുമ്പോഴും നല്ല സാരി കൊടുത്ത് വന്നിട്ടുള്ള ചേച്ചി, ഇത് എവിടെയായിരുന്നു, കല്യാണത്തിന് വന്നില്ലേ, ഇങ്ങനല്ല. നമസ്തേ, ഭക്ഷണം വിളമ്പി കൊടുക്കാം. ആ പ്രണവ മന്ത്രത്തോടുകൂടി അന്നദാനം വിളമ്പി കൊടുക്കാം. ആ പ്രണവ മന്ത്രത്തോടുകൂടി ഭക്ഷണം കുക്ക് ചെയ്യാം. അയ്യോ, ഈ സ്ഥലം വേറെ ലെവലിൽ വരും. ഓരോ മന്ത്രധ്വനികളും ഈ മണ്ണിൽ ഇങ്ങനെ വീഴട്ടെ. അതാണ് നമ്മുടെ ഗുരു ആഗ്രഹിച്ചതേ. പാവം മനുഷ്യൻ അവിടെ നിന്ന് ശ്രീലങ്കയിൽ നിന്ന് ഏതോ കാലത്ത് കൊണ്ടുവരുമ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതൊന്നും ഇല്ലാണ്ട് ഇതിപ്പോ തകിടം മറിച്ചുകൊണ്ടിരിക്കുക നമ്മള്. അങ്ങനല്ല, ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഒരാൾ ചെയ്യുന്നതുകൊണ്ടാ മറ്റാൾ ചെയ്യും, മറ്റാൾ ചെയ്യുന്നതുകൊണ്ടാ അടുത്ത ആൾ ചെയ്യും. അങ്ങനെ ചെയ്ത് ഇവിടെ മുഴുവൻ ഒരു മാറ്റം ഉണ്ടാവും. അടുത്ത വർഷം ഞാൻ വരുമ്പോൾ എനിക്ക് കുറച്ചെങ്കിലും ഇവിടെ മാറ്റം നിങ്ങളെല്ലാവരും കാണിച്ചു തരണം. വരുമോന്ന് അറിയില്ല, ഭഗവാൻ വിളിച്ചാൽ ഞാൻ വരും. വരുമ്പം എനിക്ക് ആ മാറ്റം ഇവിടെ കാണണം. അങ്ങനെ ത്രിമൂർത്തികൾക്കും ഗുരുമൂർത്തിയായിരിക്കുന്ന ജ്ഞാനമൂർത്തി, ത്രിമൂർത്തികൾക്കും ഗുരുമൂർത്തിയായിരിക്കുന്ന ജ്ഞാനമൂർത്തി സൃഷ്ടാവിന്റെ തൊഴിലിൽ അത്ഭുതകരമായ സ്ഥിതി പ്രകടിപ്പിച്ചു. നല്ല ഗംഭീരായിട്ട് നമ്മുടെ സ്കന്ദൻ എന്ത് ചെയ്യാൻ തുടങ്ങി, സൃഷ്ടി നമ്മൾ ചെയ്യുന്ന തൊഴിലും കൂടി ഭഗവാൻ ഏറ്റെടുക്കൂട്ടോ. അപ്പൊ അതിന് നിൽക്കണ്ട, നമ്മൾ തന്നെ ഏറ്റെടുത്ത് വേഗം ചെയ്യുന്നത് നല്ലത്. ഭഗവാൻ എല്ലാ തൊഴിലും ഏറ്റെടുത്തിട്ട് ഭഗവാൻ ചെയ്യാൻ തുടങ്ങി. ആത്മാവിനുള്ളിൽ പരമാത്മാവായും നിത്യ ചൈതന്യ പ്രകാശമായും വേദാതിനായകനായ സൃഷ്ടിസ്ഥിതി സംഹാര കൃപാധാരം ഇത്യാദി സംഹരിക്കപ്പെടേണ്ടവരെയെല്ലാം സംഹരിച്ച് സകലാധാര മൂലനായകനായി വിളങ്ങി ബ്രഹ്മദേവനെ കാരാഗ്രഹത്തിൽ അടച്ച് സ്കന്ദദേവൻ എല്ലാവരെയും സൃഷ്ടിച്ച് സ്കന്ദദേവൻ അങ്ങനെ വിളങ്ങി നിറഞ്ഞി ആടണം. ആ സ്കന്ദദേവൻ മയിലിന്റെ മുകളിലേറി നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നിറഞ്ഞാടി ഈ തിരുസന്നിധിയിലേക്ക് മുരുകൻ ഇങ്ങനെ പറന്നു വരുന്ന നിമിഷമാണ്. ആ നിമിഷത്തിൽ നമുക്ക് ഭഗവാന്റെ ആ ഒരു തൃപാധാര വിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭഗവാന്റെ നാമങ്ങളെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് ഭഗവാനെ ഒരു നിമിഷം നമ്മൾ സ്മരിക്കണം.
ഓരോ നിമിഷവും ഭഗവാൻ നിറഞ്ഞാടുകയാണ്. ഓരോ സെക്കൻഡും ഭൂമിയിലെ എല്ലാവരെയും രക്ഷിച്ച് നല്ല നല്ല സൃഷ്ടികൾ ചെയ്തുകൊണ്ട് ഭഗവാൻ എന്താ ചെയ്യുന്നത്? മയിലിന്റെ പുറമേറി ഭഗവാൻ ഇങ്ങനെ നമ്മളിലേക്ക് പറന്നു വരും. வெற்றிவேல் முருகனுக்கு, வீரவேல் முருகனுக்கு, ஞானவேல் முருகனுக்கு. கந்தா நீ தேரேறி கடம்பா ஓ வீரம் சூரி கொட்டு மூரசு கொட்ட வாரும் ஐயா. ஆறு பாடகில கோடி பேருல ஆறு முகனமோ வீரம். பாத பின்னணித்தோ நடந்திருந்த அச்சம் மிச்சம் இன்றி போகாதா. முருக முடிவெடுக்க சிவனோ கேட்டிருக்க வெற்றி வேலனுக்கு ஆரோகரா. கந்தாணி தேரேறி கடம்பா ஓ வீரம் சூரி கொட்டு மூரசு கொட்ட வாரும் ஐயா. சங்கமே முதல் சங்கமா அண்டமெல்லாம் அறிய வச்சு வேலும் மயிலன்னு கொடியெடுத்து உலக ஆள வந்த தமிழ் வீரனே. வேலும் மயிலன்னு கொடியெடுத்து உலக ஆள வந்த தமிழ் வீரனே. முருகாண்ட ஆட்சி இருக்க நெஞ்சில் அமிர்தமா. முருக சொல்லே வேத வாக்கு அச்சம் தவிருமா. பழனி முருக பார்க்க வரவே படையெடுத்தோம். எட்டுத்திக்கும் முருக ஆட்சி தமிழ் பெருமையே. சுவாமி மலையனே வேலை தீவா தனிகை வேலவா. குறைகள் தீர்க்கவா குறைகள் தீர்க்கவா. சரவண பவ சரவண பவ. அண்டர்பதி குடியேற மண்ட சுரர் உருமாற அண்டர் மனமகிழ் மீற வருளாலே. அந்தரியுடனோடு சங்கரனு மகிழ் கூற ஐந்தரனு முமையாளு மகிழ்வாக. மண்டலமும் முனிவோரு மெண்டிசையிலுள வேறு மஞ்சினனு மயனாரும் எதிர்காண. மங்கையுடன் அரிதானும் இன்பமுற மகிழ் கூற மைந்து மயிலுடன் ஆடி வரவேணும். புந்தரிக விழியாள அண்டர் மகள் மணவாள புந்தி நிறையறிவாள உயர்த்தோளா. பொங்கு கடலுடனாக விண்டு வரைகள் சாடு பொன் பரவு கதிர் வீசு வடிவேலா. தண்டரளமணி மார்ப செம்பொன்னெழி சரி ரூப தண்டமிழி மிகுநேய முருகேசா. சந்ததமும் அடியார்கள் சிந்தையது குடியான தன் சிறுவை தனில் மேவு பெருமாளே. பெருமாளே கந்தா நீ தேரேறி கடம்பா ஓ வீரம் சூடி கொட்டு ஊரசு கொட்ட வாரும் ஐயா. கந்தா நீ தேரேறி கடம்பா ஓ வீரம் சூடி கொட்டு ஊரசு கொட்ட வாரும் ஐயா. வெற்றிவேல் முருகனுக்கு ഹരോഹരാ. സ്കന്ദനക്ക് ഹരോഹരാ. ഇഷ്ടായോ? മുരുകൻ വന്നോ? ഫീൽ ചെയ്തോ? ഇതെന്താ ഒരു ജീവനില്ലാത്ത വിശപ്പായില്ലേ? അങ്ങനെ നമ്മുടെ ബ്രഹ്മാവിനെ മോചിപ്പിക്കണ്ടേ? പോയി കാരാഗ്രഹത്തിൽ ഇരിക്കുക പാവം. ബ്രഹ്മദേവനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് വൈകുണ്ഠവാസിയായിരിക്കുന്ന ശ്രീ മഹാവിഷ്ണു അഷ്ടദിക്പാലവന്മാരും സൂര്യചന്ദ്രാദി ഗ്രഹന്തന്മാരും സപ്തർഷികളും ആദിശേഷാദി പന്നക ശ്രേഷ്ഠന്മാരും അഗസ്ത്യാദി മഹർഷിമാരും ഒത്തിട്ട് എല്ലാവരും കൈലാസത്തിലേക്ക് വന്നു ബ്രഹ്മദേവനെ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവരാൻ. ശ്രീ പരമേശ്വരനെ കണ്ടിട്ട് തൃച്ചേവടികളെല്ലാം സ്തുതിച്ച് ഭഗവാനോട് സങ്കടം പറഞ്ഞു. മഹാവിഷ്ണു പറഞ്ഞു, മഹാദേവ, അവിടുത്തെ തിരുകുമാരൻ ശ്രീ സ്കന്ദദേവൻ സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മദേവനോട് പ്രണവാർത്ഥത്തിന്റെ അർത്ഥം എന്തെന്ന് പറയാൻ കൽപ്പിച്ചു. അർത്ഥമറിയാതെ വിഷമിച്ചു നിന്ന ബ്രഹ്മാവിന്റെ ശിരസുകളിൽ കുമാരൻ നന്നായിട്ട് പ്രഹരിച്ചു. കാരാഗ്രഹത്തിൽ തള്ളുകയും ചെയ്തു. സൃഷ്ടി തൊഴില് സ്വയം ഏറ്റെടുത്ത ശ്രീ കുമാരദേവൻ പരിപാലന കർമ്മവും ചെയ്തു വരികയാണ്. അതുകൊണ്ട് അവിടുന്ന് കൽപ്പിച്ചരുളിയിരുന്ന പാലനമെന്ന കർമ്മം അടിയന് നഷ്ടപ്പെട്ടു. എന്നോടല്ലേ പരിപാലനം നടത്താൻ പറഞ്ഞത്? മഹാദേവ, അതും എനിക്ക് പോയി. ബ്രഹ്മദേവനെ കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടച്ചു. ദേവന്മാരുടെ ദുഃഖങ്ങളെല്ലാം തീർത്തിട്ട്
സുഖം നൽകാൻ വന്നിരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ ബാലകനെന്ന് കരുതി അവഗണിച്ച് വന്ദിക്കാതെ പോയ ബ്രഹ്മദേവൻ മൂഢൻ തന്നെയാണ്. എങ്കിലും അതിനുള്ള ശിക്ഷയും ബ്രഹ്മാവ് അനുഭവിച്ചു കഴിഞ്ഞു. സർവലോക ചരാചര പിതാവായിരിക്കുന്ന അവിടുന്ന് ബ്രഹ്മദേവൻ ചെയ്ത തെറ്റ് പുറത്തിട്ട് കാരാഗ്രഹ മോചനം നൽകാൻ മനസ്സുണ്ടാകണേ, തിരുവുള്ളം ഉണ്ടാകണേ. ഇനിയൊരു നിവർത്തിയില്ല, ബ്രഹ്മദേവനെ പുറത്തു കൊണ്ടുവരണം. വിഷ്ണു പറഞ്ഞതെല്ലാം കേട്ടപ്പം പുഞ്ചിരിയോടുകൂടി പരമേശ്വരൻ പറഞ്ഞു, ദേവന്മാരെ, ശിവനെയും കുമാരനെയും വേറെ വേറെയായി കാണുന്നവർ മൂഢന്മാരാണ്. സ്കന്ദനെയും മഹാദേവനെയും വേറെ വേറെയായി കാണാൻ പാടില്ല. അങ്ങനെ കണ്ടാൽ അവർ മൂഢന്മാരാണ്. കുമാരൻ നാമാണ്, നാം കുമാരനുമാണ്. കുമാരനെ അവഗണിച്ച് നമ്മെ സ്തുതിക്കുന്നവർക്ക് ഇഹപര സുഖങ്ങൾ സിദ്ധിക്കുകയില്ല. സത്യമായ ഈ തത്വാർത്ഥം അറിയാതിരുന്ന ബ്രഹ്മന് ബോധോദയമുണ്ടാകുന്നതിനും പദവിക്കനുസൃതമായ പാണ്ഡിത്യം നേടിയെടുക്കുന്നതിനുമാണ് കുമാരൻ സൃഷ്ടാവിനെ ദണ്ഡന ചെയ്തിരിക്കുന്നത്. കാരാഗ്രഹത്തിൽ പ്രവേശിപ്പിച്ചതും അതിനു തന്നെ. കുമാരനെ വന്ദിക്കാത്ത കാരണത്തിനാണ് ബ്രഹ്മൻ ദണ്ഡിക്കപ്പെട്ടത് എന്ന് കരുതുന്നുവെങ്കിൽ അത് നിങ്ങളുടെ അജ്ഞതയാണ്. ഞാനതിൽ ഖേദിക്കുന്നു. കാരണം കുമാരൻ നാം ആകുന്നു, നാം കുമാരനാകുന്നു. ഇതാരാ പറഞ്ഞേ? പരമേശ്വരൻ. ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം ബ്രഹ്മാധിപതി ബ്രാഹ്മണോധിപതി ബ്രഹ്മ ശിവോ മേ അസ്തു സദാ ശിവം എന്ന് ഒരിക്കൽ മാത്രമേ വേദം നമ്മെ പ്രണവ ശബ്ദത്താൽ വാഴ്ത്തുന്നുള്ളൂ. എന്നാൽ നമ്മുടെ കുമാരനായിരിക്കുന്ന സ്കന്ദദേവനെ സുബ്രഹ്മണ്യവും 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 എന്ന് 3 പ്രാവശ്യം ഓം 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 എന്ന് പ്രണവ മന്ത്രത്തോട് പുകഴ്ത്തുന്നുണ്ട്. ഓം സുബ്രഹ്മണ്യവും ഓം സുബ്രഹ്മണ്യവും ഓം സുബ്രഹ്മണ്യവും. ഇത് ഭയങ്കര ശക്തിയുള്ള മന്ത്രമാണ്. ഇങ്ങനെ വാഴ്ത്തണം നമ്മൾ ഭഗവാനെ. അജ്ഞനായിരിക്കുന്ന സൃഷ്ടാവിനെ ഇപ്രകാരമാണ് കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കുക. അജ്ഞതയായി പോയില്ലേ അദ്ദേഹം ചെയ്തത്? ശ്രീ പരമേശ്വരൻ ഇതുപോലെ പറഞ്ഞപ്പോ കൃപാനിധിയായിരിക്കുന്ന ദേവന്റെ മനസ്സലിഞ്ഞ് നന്ദികേശ്വരനോട് പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു, നന്ദികേശ്വര, നമ്മുടെ വചനങ്ങൾ കുമാരദേവനോട് പോയി പറയും. മഹാദേവൻ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുമാരദേവനോട് പോയി പറയും. കാരാഗ്രഹത്തിൽ നിന്ന് ബ്രഹ്മദേവനെ മോചിപ്പിച്ച് ഇവിടെ കൊണ്ടുവരാൻ പറയും. അങ്ങനെ ശിവഭഗവാന്റെ കൽപ്പനയനുസരിച്ച് നന്ദിദേവൻ നേരെ ശിവഗണങ്ങളും ഒത്തിട്ട് സ്കന്ധസ്ഥലത്തെത്തിയിട്ട് കുമാരദേവന്റെ പാതാരങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു. നന്ദികേശ്വരൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പം കുമാരന്റെ പാൽ പുഞ്ചിരിയോടുകൂടി കുമാരൻ പറഞ്ഞു, നന്ദികേശ, ബ്രഹ്മാവിന് കാരാഗ്രഹ മോചനം നൽകുന്ന കാര്യത്തിൽ എനിക്ക് ഉദ്ദേശമില്ല. മഹാദേവന്റെ വാക്കാണ് ഇവിടെ നന്ദികേശ്വരൻ വന്ന് പറഞ്ഞത്. ബ്രഹ്മദേവനെ മോചിപ്പിച്ചിട്ട് കൈലാസത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് മകനോട് പറയാൻ. ഇത് കേട്ട നമ്മുടെ സ്കന്ദൻ പറയാണ്, നന്ദികേശ, ബ്രഹ്മാവിന് കാരാഗ്രഹമോചനം നൽകുന്നതിന് നാം ഉദ്ദേശിക്കുന്നില്ല. അതേക്കുറിച്ച് തർക്കിച്ചു നിൽക്കുവാൻ നീ കരുതുന്നുവെങ്കിൽ സൃഷ്ടാവിന് സംഭവിച്ചിരിക്കുന്ന ഗതി നിനക്കും സംഭവിക്കും. ഇനി നന്ദികേശനോട് നിൽക്കൂ? പേടിയാവൂലേ നന്ദികേശന്? കർശനമായിരിക്കുന്ന മുരുകന്റെ കൽപ്പന കേട്ടപ്പോ നന്ദികേശൻ പേടിച്ചു. അധിക പ്രസംഗം ആപത്തിനിടയാക്കും. നന്ദികേശൻ എന്ത് ചെയ്ത് സ്കന്ദന്റെ പാദങ്ങളും നമസ്കരിച്ച് ഓടി കൈലാസത്തിലേക്ക്. കൈലാസത്തിലെത്തിയിട്ട് നന്ദികേശൻ സ്കന്ദൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ മഹാദേവനോട് പറഞ്ഞു. ചിരിച്ചുകൊണ്ട് മഹാദേവൻ എഴുന്നേറ്റു. മഹാവിഷ്ണു മറ്റു ദേവന്മാരും മഹർഷിമാരും എല്ലാം കൂടെ മഹാദേവനെ സ്തുതിച്ചു. ഋഷഭം എന്ന് പറയുന്ന വാഹത്തിന്റെ മുകളിലേക്ക് ഭഗവാൻ കയറി. മഹാദേവൻ സ്കന്ദന്റെ സ്ഥലമായ സ്കന്ധസ്ഥലത്തേക്ക് പോയി. മഹാദേവൻ ദേവന്മാരും മുനിപുങ്കുവന്മാരും കൈലാസനാഥന്റെ പിറകെ പോവാണ്. കാരണം അച്ഛൻ പറഞ്ഞയച്ചിട്ട് പോലും മകൻ മോചനം കൊടുത്തില്ലല്ലോ. ഇനിയിപ്പം അച്ഛൻ നേരിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ അച്ഛൻ നേരിട്ട് പോവാം. അപ്പൊ എല്ലാവരും മഹാദേവന്റെ പിന്നാലെ പോയി. സ്കന്ധസ്ഥലത്തെത്തിയിട്ട് ശ്രീ ചന്ദ്രചൂഡ ഭഗവാൻ, അതായത് മഹാദേവൻ ഋഷഭവാഹനത്തിൽ ഇരുന്നിട്ട് ഇറങ്ങിയിട്ട് സ്കന്ധസ്ഥലത്തിനുള്ളിലേക്ക് കയറി. പരമപിതാവിനെ ദർശിച്ച ശ്രീ കുമാരന് ഭയങ്കര സന്തോഷമായി. അച്ഛൻ വന്നിട്ടുണ്ടല്ലോ എന്റെ സ്ഥലത്തേക്ക്. അങ്ങനെ ശ്രീകുമാരൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് സർവേശ്വരനെ സ്വീകരിച്ച് രത്നത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തി.
തൊഴുകൈയോടെ ഭവ്യതയോടെ അച്ഛന്റെ മുമ്പിൽ നിൽക്കാണ്. എന്നിട്ട് എന്താ അച്ഛാ വന്നത് എന്നൊക്കെ ചോദിച്ചു. സ്കന്ദദേവൻ ചോദിച്ചു, അവിടുന്ന് എഴുന്നള്ളിയ കാരണം എന്താണെന്ന് അന്വേഷിക്കുന്നതിൽ അനുചിതമല്ലെങ്കിൽ പുറത്തിറങ്ങണം. ഞാൻ അങ്ങ് എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. ശരിയല്ലെങ്കിൽ അങ്ങ് പൊറുക്കണം. കാരണമില്ലാതെ കാരണക്കാരൻ ചലിക്കില്ല എന്ന സത്യവചനം അവിടുന്ന് അറിയുന്നു പിതാവേ എന്ന് പറയുന്നത്. അതായത് കാരണം ഈ സ്കന്ധം കുറച്ച് വയടിയാണ് കേട്ടോ. പറയുമ്പോ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കണക്ട് ചെയ്തൊക്കെ പറയാം. സ്കന്ധം പറയാം, കാരണമില്ലാതെ കാരണക്കാരൻ എഴുന്നള്ളില്ല എന്നെനിക്ക് അറിയാം പിതാവേ എന്ന് പറഞ്ഞു. അപ്പൊ വിനയത്തോടെ ആണെങ്കിലും ഒരു കുറച്ച് സരസമായിരിക്കുന്ന ഭാഷയിലുള്ള ഭഗവാന്റെ വാക്ക്, സ്കന്ദന്റെ വാക്ക് കേട്ട, മകന്റെ വാക്ക് കേട്ടപ്പോ അച്ഛനൊരു ഇച്ചിരി ചിരിയൊക്കെ വന്നു. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു, ഇവൻ ശരിക്കൊരു വായാടി തന്നെ. ഞാനിവിടെ വന്ന് മഹാദേവൻ പറഞ്ഞയച്ചിട്ട് അതനുസരിക്കാതെ ഇപ്പൊ മഹാദേവനെ വരുത്തിയിരിക്കുക. എന്നിട്ട് ഭവ്യതയോടെ പറയാം, അച്ഛൻ എന്താ അച്ഛൻ വന്നത്? അച്ഛൻ വരാനൊരു കാരണം ഉണ്ടാവും, അതിന് അച്ഛൻ തന്നെയാ കാരണം. ആ അച്ഛൻ കാരണത്തോടെ ഇവിടെ എഴുന്നള്ളിയിരിക്കണം. നമ്മള് നീ ആരാണെന്ന് നിനക്കറിയാൻ പാടില്ലെങ്കിൽ അങ്ങനെ ചൊല്ലുണ്ടല്ലോ. അതേപോലെ ഭഗവാൻ വളച്ചു കെട്ടി പറഞ്ഞപ്പോ ഭഗവാൻ ഒന്ന് ചിരിച്ചു മഹാദേവൻ. എന്നിട്ട് ബ്രഹ്മാവിനെ മോചിപ്പിക്കണമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പോയിട്ട് ബ്രഹ്മാവിനെ മോചിപ്പിക്കും. ഞാനിവിടെ നന്ദിയെ പറഞ്ഞു വിട്ടിട്ട് നീ അനുസരിച്ചില്ല, അപ്പോ പോയി ബ്രഹ്മാവിനെ മോചിപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ സ്കന്ദൻ തലയാട്ടി. ഒന്നും മോചിപ്പിക്കുന്നതിന് നാം നന്ദിയെ നിയോഗിച്ചു, നീ അനുസരിച്ചില്ല. ഇപ്പോൾ നാം അനുശാസിച്ചിട്ടും അനുസരിക്കാതിരിക്കുകയാണ് ശരിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പുത്ര? സ്കന്ദൻ പറഞ്ഞു, അവിടുത്തെ മനസ്സ് അപ്രകാരമല്ലെങ്കിൽ ബ്രഹ്മാവിനെ മോചിപ്പിക്കുന്നതിൽ അഹിതമില്ല. പിതാവെ, ഇപ്പോൾ തന്നെ ഞാൻ ബ്രഹ്മാവിനെ കൊണ്ടുവരാം. അവിടുത്തെ മനസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാനിപ്പോ ബ്രഹ്മാവിനെ കൊണ്ടുവരാം. അങ്ങനെ ബ്രഹ്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരുന്ന ആ സ്കന്ധദേവൻ ഭൂതഗണങ്ങളോട് പറഞ്ഞു, ബ്രഹ്മാവിനെ കൊണ്ടുവരാൻ പറഞ്ഞു. മുരുകന്റെ കൽപ്പന അനുസരിച്ച് ഭൂതഗണങ്ങള് ബ്രഹ്മാവിനെ മോചിപ്പിച്ചു കൊണ്ടുവന്ന് സ്കന്ദന്റെ സന്നിധിയിൽ നിർത്തി. ബ്രഹ്മാവിന്റെ കൈ പിടിച്ചിട്ട് സർവേശ്വര സന്നിധിയിലേക്ക് സ്കന്ദൻ കൊണ്ടുവന്ന് അച്ഛന്റെ, എന്നിട്ട് സ്കന്ദൻ പോയിട്ട് ബ്രഹ്മദേവന്റെ കൈ പിടിച്ചിട്ട് നേരെ അച്ഛന്റെ സന്നിധിയിൽ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ചെയ്തുപോയ അപരാധത്തെ കുറിച്ച് ഓർത്ത് ബ്രഹ്മദേവൻ ഇങ്ങനെ തല കുനിച്ചു നിൽക്കുക. പാവല്ലേ, നമുക്കൊരു കഷ്ടം തോന്നും. നമ്മളെ പിതാമഹനല്ലേ അല്ലേ? ബ്രഹ്മദേവൻ പിതാമഹനും നാരായണൻ ആരാ? പ്രപിതാമഹനും. മനസ്സിലായി? ബ്രഹ്മദേവനെ സൃഷ്ടിച്ചിരിക്കുന്ന നാരായണനാ. അപ്പൊ ബ്രഹ്മദേവൻ ആരാ? പിതാമഹൻ. നാരായണൻ ആരാ? പ്രപിതാമഹൻ. അപ്പൊ ആ ബ്രഹ്മദേവൻ, ആ മുതുമുത്തച്ഛൻ നമ്മളെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുക. ഇച്ചിരി അഹങ്കാരം കൂടിപ്പോയത് കൊണ്ടാണ്. ആലോചനാശൂന്യമായ പ്രവൃത്തിയിൽ ദുഃഖിതനായി നിൽക്കുന്ന ബ്രഹ്മാവിനോട് മഹാദേവന് സങ്കടം തോന്നി. മഹാദേവൻ പറഞ്ഞു, ബ്രഹ്മദേവ, ദീർഘകാലം കാരാഗ്രഹവാസം ചെയ്തൂല്ലേ? ഒരുപാട് കാലം കാരാഗ്രഹത്തിൽ കിടന്നു അല്ലേ? സാരല്ല, അങ്ങ് ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നു. ദുഃഖമൊക്കെ മറക്കൂ. സാരല്ല, പോട്ടെ, എന്റെ മോനല്ലേ ചെയ്തത്, ആ വിഷമമൊക്കെ പോട്ടെ. പശ്ചാത്താപം തന്നെയാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞു. കരുണയോടെയുള്ള മഹാദേവന്റെ ആ ഒരു വാക്ക് കേട്ടപ്പം ബ്രഹ്മദേവൻ ഒരു ദീർഘശ്വാസം വിട്ടു. ഒരാശ്വാസം തോന്നി അദ്ദേഹത്തിന്. എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, കരുണാവാരിതേ, അവിടുത്തെ കുമാരനായ സ്കന്ദദേവൻ അടിയന് നൽകിയത് കാരാഗ്രഹവാസമല്ല, പർണാശ്രമവാസമാണ്. ഞാനൊരു ആശ്രമത്തിലായിരുന്നു ജീവിച്ചത്. തിരുക്കുമാര പാദസ്പർശനം അത് സിദ്ധിച്ച അടിയന് പാദദീക്ഷ ലഭിച്ച് പുണ്യവാനായി തീർന്നു. ഞാൻ എന്ന എൻ്റെ അഹങ്കാരമെല്ലാം മാറി എൻ്റെ ഹൃദയം ശുദ്ധമായി. അതിന് അടിയനെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ശ്രീ സ്കന്ദൻ. സ്കന്ദന്റെ മഹിമകൾ അത് പറയാൻ അടിയന് വാക്കുകളില്ല. സ്കന്ദദേവന്റെ മഹിമകൾ ഉണർന്ന ബ്രഹ്മദേവന് ശിവനും സ്കന്ദനും ഒന്നാണെന്ന പരമോന്നതമായ ബോധം ലഭിച്ചു. നമുക്കിപ്പോ ആ ബോധം കിട്ടിയില്ലേ? ശിവനും സ്കന്ദനും ഒന്നാണെന്നുള്ള ഒരു ബോധം. കുമാരദേവനെ നോക്കിക്കൊണ്ട് മഹാദേവൻ വിളിച്ചു. അപ്പൊ കുമാരൻ ഇവിടെ നിൽക്കുന്നു, ബ്രഹ്മദേവൻ ഇവിടെ നിൽക്കുന്നു, ദേവർഷിമാരെല്ലാം ഇവിടെ നിൽക്കുന്നു. മഹാദേവൻ കുമാരനെ വിളിച്ചു അടുത്തേക്ക്. എന്നിട്ട് അരികത്തിനെ ചേർത്ത് നിർത്തി ചിരിച്ചുകൊണ്ട് ജ്ഞാന സൗന്ദര്യ പ്രകാശത്തിടമ്പായ ആ കുമാരനെ മഹാദേവൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കുമാരന്റെ നെറ്റിയിൽ ഇവിടെ മൂർധാവിലൊരു ഉമ്മ കൊടുത്തു. കുമാരനെ മടിയിലിരുത്തി ആ തലയിങ്ങനെ തലോടിക്കൊണ്ട്
ഭഗവാൻ ചോദിച്ചു, കുമാര, ബ്രഹ്മദേവന് പോലും അറിയാൻ കഴിയാത്ത ആ പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം നീ അറിയുന്നുണ്ടോ? അറിയാമെങ്കിൽ എനിക്ക് കൂടി ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. സ്കന്ദദേവൻ പറഞ്ഞു, പിതാവേ, സർവലോകമാതാവായ ശ്രീ മഹേശ്വരി ദേവിക്ക് പരമരഹസ്യമായി അവിടുന്ന് ഉപദേശിച്ചു കൊടുത്ത പ്രണവമന്ത്രം പവിത്രമാണ്, പാവനമാണ്. പരസ്യമായി അത് പറയുക എന്നത് ശരിയല്ല. ദേവകാലവും സ്ഥലവും അറിഞ്ഞ് അതറിയുവാൻ അവിടുത്തെ തിരുവുള്ളം ഉള്ളവർക്ക് മുമ്പിൽ മാത്രമേ അടിയൻ അത് പറയൂ. അവിടുന്ന് ആരെയൊക്കെയാണോ അനുഗ്രഹിച്ചിരിക്കുന്നത് അവരുടെ മുമ്പിൽ മാത്രമേ ഞാൻ അതിന്റെ അർത്ഥം പറയൂ. അതിന് ഉചിതമായ സ്ഥലത്തെ ഞാൻ അത് പറയൂ. ഉപദേശിക്കുന്നവർക്കെല്ലാം ഗുരുവായ പരമേശ്വരന് ഉപദേശം നൽകാൻ പോവുകയാണ്. ആര്? സ്കന്ദൻ. എല്ലാവരെയും ഉപദേശിക്കുന്നവരാണ് ആര്? മഹാദേവൻ. ആ മഹാദേവനെ ഉപദേശിക്കാൻ പോവാ സ്കന്ദൻ. എളിമയുടെ മൗനം അവലംബിച്ചുകൊണ്ട് സനകാദി മഹർഷിമാർക്ക് ശിവപാദ യോഗ സിദ്ധാന്തങ്ങളെല്ലാം പറഞ്ഞുകൊടുത്ത ലോക ഗുരുവായിരിക്കുന്ന മഹാദേവൻ ശ്രീ സ്കന്ദദേവന്റെ മുമ്പിൽ 51 അക്ഷരങ്ങളുടെ അർത്ഥങ്ങളും അന്വായർത്ഥങ്ങളും അരുളി ചെയ്ത് ഓംകാര മന്ത്രാർത്ഥവും കിളിക്കൊഞ്ചലാകുന്ന മാധുര്യത്തോടെ സരളമായി ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കാൻ പോവാണ്. പ്രണവമന്ത്രത്തിന്റെ അർത്ഥമറിയാതെ സൃഷ്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മദേവൻ കാരണം അച്ഛന് മകൻ അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ട, മന്ത്ര ഉപദേശം നൽകേണ്ട ഒരു മഹാസംഭവം സ്കന്ദപുരാണത്തിലുണ്ടായി അല്ലെ? പ്രണവമന്ത്രത്തിന്റെ അർത്ഥം അറിയാതിരുന്ന ലോക സൃഷ്ടി നടത്തുന്ന ആ ബ്രഹ്മദേവന്റെ മുമ്പിൽ അച്ഛൻ മകനോട് ഉപദേശം സ്വീകരിക്കുന്ന അവസ്ഥ വരെ എത്തി. പ്രണവാർത്ഥം എന്നാൽ എന്താണ്? പ്ര എന്നാൽ വിശേഷമായത് എന്നർത്ഥം. പ്ര എന്നാൽ വിശേഷമായത്. നവം എന്നാൽ പുതിയത്. പ്രണവം. പ്ര എന്നാൽ വിശേഷമായത്, നവം എന്നാൽ പുതിയത്. പ്രണവാർത്ഥം പറയാൻ പോവാണ്. ആലോചനയിൽ കൂടി അനുഭവിക്കും തോറും പുതിയ പുതിയ വിശേഷ അർത്ഥങ്ങൾ ഉണ്ടാവുന്ന ആ ഉണരുന്ന അവസ്ഥയെ പ്രണവം എന്ന് പറയുന്നു. ചിന്തകൾ നമ്മെ നാമാക്കുന്നു അല്ലെ? ചിന്തിക്കും തോറും നമുക്ക് ഓരോരോ കാര്യങ്ങളുടെ പുതുപുതും അർത്ഥങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചിന്തിക്കാതെ ഒരു പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യരുത്? അഭിമുഖീകരിക്കരുത്. ഒരു പ്രശ്നം ജീവിതത്തിൽ വരുമ്പോൾ വികാരപരമായിട്ടല്ല നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്, വിവേകപരമായിട്ട് അഭിമുഖീകരിക്കണം. അതാണ് വേണ്ടത്. എന്ത് വലിയ പ്രശ്നമായിക്കോട്ടെ, ഒരാള് പറയാൻ വരുമ്പം ചാടിക്കടിച്ച് പറഞ്ഞു തീരുന്നതിനേക്കാൾ മുന്നേ എടുത്ത് ചാടി നമ്മൾ പറയരുത്. കേൾക്കുക, ശ്രവണം. പറഞ്ഞ ആ നമ്മുടെ നേരെ വന്ന സ്റ്റേറ്റ്മെന്റ്, അലിഗേഷൻസ് കൃത്യമായി കേൾക്കുക, ചിന്തിക്കുക, ആലോചിക്കുക, പറയുക. അപ്പൊ എന്തായി? ആ പ്രണവ മന്ത്രം നമ്മൾക്ക് ചിന്തകൾ കൊണ്ടുവരും. കാലപ്രവാഹത്തിൽ തേഞ്ഞുമാഞ്ഞു പോകാതെ എന്നെന്നും പുതുമയോടുകൂടി നിലനിൽക്കുന്ന ആത്മതത്വമാണ് പ്രണവം. ഒരിക്കലും കാലം കഴിയും തോറും പ്രണവം തേഞ്ഞു പോവില്ല. ലോകത്തെ മായാലോകം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ, മനസ്സിലാക്കുന്നത്. അതിന് ഓരോ മതത്തിൽപ്പെട്ടവരും ഓരോ മതവിശ്വാസം അനുസരിച്ച് ഓരോ രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. മാ എന്നാൽ ഒടുക്കം, അവസാനം. യാ എന്നാൽ ആരംഭം, ജനനം. മായ. മാ എന്നാൽ ഒടുക്കം, അവസാനം. യാ എന്നാൽ ആരംഭം, ജനനം. ആരംഭവും അവസാനമുള്ളതും ആണ് ലോകം അല്ലെങ്കിൽ ജീവിതം അല്ലെ? നമ്മൾ ഒരിക്കൽ ജനിക്കും, ഒരിക്കൽ മരിക്കും. അപ്പൊ എവിടെ ജനിക്കുന്നോ, ഏതിൽ ജനിക്കുന്നോ അവിടെ നമ്മൾ അവസാനിക്കും ചെയ്യും. ഭൂമിയിൽ ജനിച്ച് ഭൂമിയിൽ തന്നെ നമ്മൾ അവസാനിക്കും. ലോകവും ജീവരാശികളും എല്ലാം മായയിൽ കൂടി ജനിച്ച് മായയിൽ തന്നെ അവസാനിക്കുന്നു. ഇതൊരു മായയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ശ്രീമദ് ഭാഗവതം പറഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മളെ ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു ഫോട്ടോസ്റ്റാറ്റാണ്. ഇവിടെ കാണുന്നതെല്ലാം മനുഷ്യനിർമ്മിതമായതൊഴിച്ച് മറ്റുള്ളതെല്ലാം യാഥാർത്ഥ്യത്തിൽ വേറൊരു ലോകത്തുണ്ട്. സീരിയസ്ലി. വൃന്ദാവനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഡൽഹിക്ക് അടുത്തുള്ള മധുരയിലാണെന്ന്, ഭഗവാന്റെ ലീലകളെല്ലാം ആടിയ സ്ഥലം. പക്ഷെ ആ വൃന്ദാവനം അതും ഒരിക്കൽ പോകും. പക്ഷെ യഥാർത്ഥ വൃന്ദാവനം, ഗോലോക വൃന്ദാവനം, അതുണ്ട്. അവിടെയാണ് കൃഷ്ണനും രാധാറാണിയും ഒക്കെ ഉള്ളത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഫോട്ടോസ്റ്റാറ്റാണിത്. ഇതുപോലെ ഒരു ലോകം വേറൊരു സ്ഥലത്തുണ്ട്.
അതൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ ബ്രഹ്മസംഹിത അല്ലെങ്കിൽ കുറെ പഠിക്കാനുണ്ട്. വേദിക് കോസ്മോളജി. ഗുരുവായൂർ മഞ്ജരീസിന്റെ ക്ലാസ്സിൽ നിങ്ങൾ ഫേസ്ബുക്ക് വഴി കയറുകയാണെങ്കിൽ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എല്ലാ ദിവസവും കേൾക്കാൻ സാധിക്കും. രാത്രി 8:30 ഞാൻ ഫേസ്ബുക്ക് ലൈവ് എടുക്കും. ഇനി ഫേസ്ബുക്ക് ഇല്ലാത്തവരാണെങ്കിൽ ഗുരുവായൂർ മഞ്ജരീസിന്റെ യൂട്യൂബില് നമ്മുടെ ക്ലാസ് കിട്ടുന്നുണ്ട്. അതിലും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം കിട്ടും, കേൾക്കാൻ സാധിക്കും. എല്ലാം ഇപ്പൊ എപ്പോഴും എനിക്ക് ഇവിടെ വന്നിരുന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് സമയം പോലെ യൂട്യൂബിൽ കേൾക്കാൻ സാധിക്കും ഈ ക്ലാസ്സുകളൊക്കെ. അപ്പൊ അതിൽ ഇതൊക്കെ പറയുന്നുണ്ട് ഞാൻ. സമുദ്രജലത്തെ മായയെന്ന് സങ്കല്പിക്കുമ്പോൾ അതിന്റെ വിസ്തീർണമായിരിക്കുന്ന കര ബ്രഹ്മം. സമുദ്രത്തെ നമ്മൾ മായയായിട്ട് കാണാം. അപ്പൊ അതിന്റെ കര, അതിന്റെ അടുത്തുള്ള കരയെ നമ്മൾ ബ്രഹ്മമായി കണ്ടാല്, കടലിൽ ഉത്ഭവിച്ച് കരയിൽ ഇങ്ങനെ അല്ലലോടുകൂടി ഇങ്ങനെ അലതല്ലി വരൂലേ നമ്മള്. ഈ കരയിലാണ് കടലിലാണ് എന്തുണ്ടാവുന്നത്? തിരമാല ഉണ്ടാവുന്നത്. പക്ഷെ അത് കയറി വരുന്ന എവിടെയാണ്? കരയിലേക്കാണ്. അലതല്ലി കയറി വരികയാണ് അല്ലെ. ആ കയറി വരുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം. എവിടെയോ ജനിച്ച് നമ്മൾ എവിടെയോ ജീവിച്ച് അലതല്ലി നമ്മൾ സംസാര സാഗര ജീവിതത്തെ മറികടന്ന് നമ്മൾ മരണം എന്ന് പറയുന്ന ഒരു സത്യത്തിന് കീഴടങ്ങാണ്. അപ്പോ എല്ലാ ജീവജാലങ്ങളും ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ബ്രഹ്മത്തിൽ തന്നെ അവസാനിക്കുകയാണ് അല്ലെ. അമ്മയുടെ ഗർഭപാത്രത്തിൽ വരുന്നതിന് മുമ്പേ ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച് മരിച്ചു നമ്മൾ ബ്രഹ്മത്തിലേക്ക് തന്നെ പോകണം. തിരിച്ചു നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോകണുണ്ടോ? മരിച്ചിട്ട് ഇല്ല. ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മൾ ബ്രഹ്മത്തിലേക്ക് പോവുകയാണ്. അപ്പൊ എവിടെയോ ജനിച്ച് എവിടെയോ മരിച്ച് നമ്മുടെ ആത്മാവ് ബ്രഹ്മത്തിലേക്ക് ലയിക്കും. സകല ആത്മാക്കളും അണുക്കളായിട്ട് മൂലപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് വേദിക് കോസ്മോളജിയാണ്. അതായത് അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എങ്കിലും ഞാൻ പറഞ്ഞു പോവാം, മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം മനസ്സിലാക്കും. നമ്മളുടെ ആത്മാക്കളെല്ലാം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ബോൾ പോലെ ഇരിക്കുകയാണ്. മൂലപ്രകൃതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു അണുവായിട്ട് സങ്കല്പിച്ചു നോക്കുക. ഒരു ബോള്, അതിലെല്ലാ ജീവാത്മാക്കളും ഉണ്ടെന്ന് വിചാരിക്കാം. മൂലപ്രകൃതിയിൽ കുടികൊള്ളുന്ന ആത്മാവിന് മൂലരൂപം നൽകണം അല്ലെ. ഇപ്പൊ ഞാനെന്നൊരു ആത്മാവും ചേച്ചി എന്ന ആത്മാവും മറ്റു ആത്മാക്കളും എല്ലാം നമ്മൾക്കിടയിൽ നിന്ന് മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കളും എല്ലാം ഒരു മൂല സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കുടികൊള്ളുകയാണ്. ഒരു സ്ഥലത്ത് ഒരു പാത്രത്തിൽ നമ്മൾ കുറെ മഞ്ചാടിക്കുരിട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതേപോലെ ആത്മാക്കളെല്ലാം ഒരു മൂലപ്രകൃതിയിൽ ഇങ്ങനെ സ്ഥിതി ചെയ്യാണ്. ആ മൂലപ്രകൃതിയിൽ കുടികൊള്ളുന്ന ആത്മാവിന് മോചനം നൽകണം, അതായത് ശരീരം കൊടുക്കണം. അതിന് ദയാപരനായിരിക്കുന്ന പരമാത്മാവ് നമ്മൾക്ക് ആ ആത്മാക്കൾക്ക് രൂപം നൽകാൻ വേണ്ടിയിട്ട് ബുദ്ധിയും നമുക്ക് ജീവിക്കാൻ ലോകവും നൽകി നമ്മൾ അനുഗ്രഹിക്കുകയാണ്. ബുദ്ധിയും ശരീരവും ഒക്കെ തന്നിട്ട് നമുക്ക് ജീവിക്കാൻ ഇതുപോലെ ഒരു ലോകവും നൽകി നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ചു നമ്മളെ. തനു കാരണം ഭുവനം ഭോഗം ശരീരം. തനു കരണം ഭുവനം ഭോഗം ശരീരം. ഇത് പ്രവർത്തിപ്പിക്കാനാണ് നമുക്ക് അവയവങ്ങൾ തന്നിരിക്കുന്നത് അല്ലെ. നമ്മുടെ ശരീരം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ നമുക്ക് അവയവങ്ങളെല്ലാം തന്നു. ലോകം സുഖം ഇതെല്ലാം പ്രദാനം ചെയ്തു. ഈ ലോകം തന്നു, നമുക്ക് സുഖം തന്നു ജീവിതത്തില്. ഈശ്വരന്റെ ഇപ്രകാരമുള്ള കാരുണ്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പരാശക്തി എന്ന് പറയുന്നത്. കാരണം എന്താ? പരാശക്തി എന്ന് പറഞ്ഞാൽ ദേവി, അമ്മയിലൂടെയാണ് നമ്മൾ ജനിക്കുന്നത്. മനസ്സിലായോ? എല്ലാം ഭഗവാൻ തന്നു. മൂലത്തിൽ ഒരു പ്രകൃതിയിൽ അവിടെ അങ്ങനെ ഇരുന്ന ആ ആത്മാവിനെ ഭഗവാൻ എടുത്തുകൊണ്ട് വന്ന് ശരീരം തന്ന്, നമുക്ക് ബുദ്ധി തന്ന്, മനസ്സ് തന്ന്, അവയവങ്ങൾ തന്ന്, ലോകം തന്ന്, സുഖം തന്ന്, എല്ലാം തന്ന്. പക്ഷെ നമ്മൾ പുറത്തു വന്നിട്ടില്ല. എവിടെന്നാ വരുന്നത്? ആദിപരാശക്തിയിലൂടെ, അമ്മയിലൂടെ നമ്മൾ ഈ ലോകത്തേക്ക് വരികയാണ്. പരാശക്തിയായ ആ കാരുണ്യത്തെ താങ്ങിക്കൊള്ളാൻ തടസ്സപ്പെടുത്തുന്നതിനോ ആർക്കാ സാധിക്കുക? ആ പരാശക്തിയെ ഒരിക്കലും തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഒരു അമ്മയെ ഒരിക്കലും തടസ്സപ്പെടുത്താൻ ഒരാൾക്ക്, അമ്മ എന്നാൽ പരമമായ സത്യമാണ്. ആ സത്യത്തെ തടുക്കാൻ ഒരു ശക്തിക്കും അനുവാദമില്ല. അമ്മ എന്ന സത്യത്തെ തടുക്കാൻ ഒരു ശക്തിക്കും അനുവാദമില്ല. മഹാനദീ പ്രവാഹം അല്ലെ, പ്രളയം വന്നപ്പോ നമുക്ക് വെള്ളത്തെ പിടിച്ചു നിർത്താൻ പറ്റിയോ? സാധിച്ചില്ല. അതുപോലെ ആ മഹാപ്രളയമായ അമ്മ എന്ന സത്യത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ അതുപോലെ തന്നെ എല്ലാം ഒരു വെള്ളം ഇങ്ങനെ ഭൂമിയിലേക്ക് ഒരു വെള്ളം വീഴുമ്പോ, മഴയായി പെയ്തു വീഴുമ്പോ അത് ശുദ്ധമായ വെള്ളമാണ്. നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ ജനിക്കുമ്പോൾ നമ്മൾ ശുദ്ധമായ വ്യക്തിത്വങ്ങളാണ് അല്ലെ. നമുക്കൊന്നും അറിയില്ല. പക്ഷെ ആ മഴവെള്ളം പോയിട്ട് ചിലപ്പം നല്ല സമുദ്രത്തിൽ പതിക്കും, ചിലപ്പോൾ കിണറ്റിൽ പതിക്കും, ചിലപ്പോൾ ഗംഗയിൽ പതിക്കും, ചിലപ്പോൾ യമുനയിൽ പതിക്കും, ചിലപ്പം നമ്മളുടെ ടോയ്ലറ്റിന്റെ വെള്ളമൊക്കെ പോകുന്ന വേസ്റ്റ് വാട്ടറിൽ പോയി പതിക്കും. എവിടെ നമ്മൾ ജനിക്കുന്നുവോ, ഏത് സാഹചര്യത്തിൽ ജനിക്കുന്നുവോ, ആ സാഹചര്യമാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത്. നല്ല സാഹചര്യത്തിൽ നമ്മൾ ജനിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല സാഹചര്യത്തിൽ വരും. എന്റെ വീട്ടിലൊക്കെ വെളുപ്പിനെ 4 മണി കഴിഞ്ഞാൽ അച്ഛൻ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കും. ബെഡ് അറിഞ്ഞാലും കുഴപ്പമില്ല, പൊടി എവിടുന്നു പറയും എന്റെ അമ്മയോട്. ആ ബെഡ് പൊക്കി ഞാൻ ഇനി ഉണക്കേണ്ട മനുഷ്യൻ വെച്ചാൽ പൊടി എവിടുന്നു, ഇടന്ന് ഉറങ്ങാൻ വിടുന്നു, എഴുന്നേക്കടി എവിടുന്ന്, ഒറ്റ അടിയാ കാരണം കുറ്റി വെക്കില്ല. സത്യം ഞാൻ എത്ര അടി വാങ്ങിയിരിക്കണം എന്റെ അച്ഛനോട്, ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുണ്ട് എന്റെ അച്ഛനോട്. ഞങ്ങൾ പറയലെന്ന് എന്താ പറയാ, ഞാനും എന്റെ ഏട്ടനും ഇന്ന് ഗണപതിയുമാണ്
ഞാൻ പറയും എനിക്ക് ഗണപതിയും വേണം, നിനക്ക് അഷ്ടദ്രവ്യ ഗണപതിയൊപ്പം നടക്കും, ഇതിന്റെ എല്ലാ കുറ്റവും ഞാൻ പറഞ്ഞു കൊടുക്കുന്നു പറയും. അങ്ങനെ അച്ഛനോട് ഞങ്ങൾക്ക് രണ്ടൊക്കെ, അവന് കിട്ടി എനിക്ക് കിട്ടും, എനിക്ക് കിട്ടി അവനും കിട്ടും, ഇപ്പോഴും കിട്ടും. സീരിയസ്ലി സത്യം ഭഗവാനെ പറയുന്നത് ഇപ്പോഴും കിട്ടും. അപ്പൊ ആ അച്ഛൻ നമ്മളെ എന്ത് പഠിപ്പിച്ചോ ആ പഠനമാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇല്ല, ഞാൻ ഇവിടെ ഇരിക്കില്ല. അച്ഛൻ പറയാം കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങി തന്നെ തീർക്കും എന്റെ ജീവിതം. അതുകൊണ്ട് നമ്മളെ മക്കളെ എപ്പോഴും എന്ത് ചെയ്യണം, ബാക്കിൽ നിന്ന് പുഷപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്നിവിടെ അപ്പൊ നമ്മുടെ ഹിമമോള് വന്നു. ആ കുട്ടി എന്റെ അടുത്ത് വന്നിരുന്ന ചോദിച്ചു, ലളിത സഹസ്രനാമം വായിക്കാൻ അറിയോ മോളെ എന്ന് ചോദിച്ചു. അറിയില്ല. മോൾക്ക് ആന്റി 2 ലൈൻ പറഞ്ഞേപ്പേന്ന് ചോദിച്ചു. ആ ശരി. ആ കുട്ടി ഇന്ന് സ്റ്റേജിൽ ഇന്ന് 12 ലൈൻ വായിച്ചു. ബാക്കി നമ്മൾക്കൊക്കെ ഇരുന്നിട്ട് ഒപ്പം അത് വായിക്കാൻ ശ്രമിച്ചു. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു ആത്മീയ അനുഭൂതി, ആത്മഭക്തി ഉണ്ട്. അത് വളർത്തിയെടുക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചാൽ, നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. നമ്മളാരും കുട്ടികളല്ലല്ലോ, 10-70 വയസ്സായില്ലേന്ന്. എങ്കിലും നമ്മുടെ എല്ലാം ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ചൈതന്യത്തെ ഉണർത്തണം. അതിന് ആദി പരാശക്തിയുടെ വഴി നമ്മൾ സ്വീകരിക്കണം. അതിനാണ് ഞാൻ നിങ്ങളോട് ലളിത സഹസ്രനാമം ജപിക്കാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പരാക്ഷി എന്ന മഹാനദിയുടെ 1000-ൽ ഒരു ഭാഗമായി ശക്തി പിരിയാണ് അല്ലെ. എന്നിട്ടോ ആദി പരാശക്തിയുടെ ഒരു ഭാഗമായിട്ട് ശക്തി പിരിഞ്ഞു, ജ്ഞാനം പിരിഞ്ഞു. ജ്ഞാനശക്തിയുടെ ഒരു ഭാഗമായിട്ട് ക്രിയാശക്തി പിരിഞ്ഞു. നമ്മൾ വായിച്ചിട്ടില്ലേ, ജ്ഞാനശക്തി, ക്രിയാശക്തി അല്ലെ. ഇതൊക്കെ എന്താന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. ആ ആദിപരാശക്തിയായ അമ്മയുടെ ഒരു ഭാഗം ശക്തിയായിട്ട് പിരിഞ്ഞു അല്ലെ, ആദിശക്തിയായിട്ട് പിരിഞ്ഞു. ഇനി ആദിശക്തിയുടെ 1000-ൽ ഒരു ഭാഗം ജ്ഞാനശക്തിയായി പിരിഞ്ഞു. ജ്ഞാനശക്തിയുടെ 1000-ൽ ഒരു ഭാഗം ക്രിയാശക്തിയായി പിരിഞ്ഞു. ഈ ക്രിയാശക്തിയാണ് ലോകത്തെ നയിക്കുന്നത്. നമ്മൾ വസിക്കുന്ന ഈ ലോകത്തെ നയിക്കുന്നത് ഈ ക്രിയാശക്തിയാണ്. ക്രിയാശക്തിയുടെ 1000-ൽ ഒരു ഭാഗം ഇനിയൊരു ശക്തിയായി മാറി. എന്താണ്? ഇച്ഛാശക്തി. ഇച്ഛാശക്തിയായിട്ട് മാറി. ഇച്ഛാശക്തി എന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിൽ നമ്മൾ എന്തായി? പതിച്ചു. എന്നിട്ട് ഓംകാരശക്തിയായിട്ട് അമ്മ രൂപമെടുത്തു. അപ്പൊ ആദിപരാശക്തിയും ഓംകാരശക്തിയുടെയും മാറ്റം നോക്കൂ. ഓംകാരശക്തിയായിട്ട് അമ്മ രൂപപ്പെട്ടിട്ട് പരാശക്തി മുതൽ ഓംകാരശക്തി വരെയുള്ള 6 ശക്തികളായി മാറി നിൽക്കുകയാണ് ഭഗവതി. നമ്മളവിടെ ഉണ്ടല്ലോ ദേവി. ഞാനത് കണ്ടപ്പോ ചോറ്റാനിക്കമ്മയുടെ കീഴ്ക്കാവിൽ പോയി നിന്നൊരു അനുഭൂതി. അങ്ങനെയല്ലേ ഭഗവതി ഇവിടെ ഇരിക്കുന്ന ഗോളകം ചേർത്തിയിട്ട് ഒരു സെക്കൻഡ് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അമ്മയെ കണ്ടപ്പോൾ. എന്ത് രസവും അമ്മയെ കാണാൻ. നാളെ നമുക്ക് അമ്മയുടെ മുമ്പിൽ ഇരുന്നിട്ട് മഹിഷാസുരമർദ്ദിനി സ്തോത്രം ഒന്ന് ജപിച്ചാലോ? ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദനുദേ. അറിയാവോ ആർക്കെങ്കിലൊക്കെ? അറിയാവുന്ന എത്ര പേരുണ്ട്? കാണാതല്ല, നോക്കിയിട്ട്. അമ്മയ്ക്കറിയാം, കുഴപ്പമില്ല, നമുക്ക് ചൊല്ലാം, നമുക്ക് സാധിച്ചില്ല. അങ്ങനെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് നമുക്കൊരു നാളെ ബുധനാഴ്ചയാണല്ലേ, കുഴപ്പമില്ല, അമ്മയ്ക്ക് എല്ലാ ആഴ്ചകളും തുല്യം തന്നെ. നമുക്ക് നാളെയോ മറ്റന്നാളോ എപ്പോഴാ സൗകര്യം പോലെ നമുക്ക് മഹിഷാസുരമർദ്ദിനി സ്തോത്രം ഒന്ന് ജപിക്കാം. അങ്ങനെ ഇവിടെ ഒരു ജപലഹരിയാവട്ടെ നമ്മുടെ മണ്ണ്. ഇവിടെ വരാൻ ഓരോരുത്തരും എന്നെ പോലെ ഓരോരുത്തരും കൊതിക്കട്ടെ. നമ്മുടെ കമ്മിറ്റിക്കാർ അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കരുത് ഞങ്ങൾക്കൊരു പ്രഭാഷണം നടത്താൻ അവസരം തരുമോ എന്ന്. ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈ ക്ഷേത്രമുറ്റം മാറ്റിയെടുക്കാം. ഇതൊക്കെ ഇതിലൂടെ കേട്ട് ഇതിലൂടെ അങ്ങ് വിട്ടേക്കണം കേട്ടോ. ഒന്നും ചെയ്യരുത്. മാതാജി വന്നു, പറഞ്ഞു, പോയി. ഇനി ചോറൊക്കെ കഴിച്ച് വീട്ടിൽ പോയി. അങ്ങനെ 7 ദിവസത്തെ അഭിഷേകമൊക്കെ കഴിഞ്ഞു അല്ലെ, നവീകരണ കലശമൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ആ ഭാവത്തിൽ പോവരുത്, തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. ഞാനിവിടെ ഇല്ലെങ്കിലും എന്റെ മനസ്സ് ഇവിടെയുണ്ട്. അപ്പൊ അതൊക്കെ വീണ്ടും നിങ്ങൾ തുടരണം. ഇവിടെ ഞാൻ എന്തൊക്കെ തുടങ്ങി വെച്ചോ അതൊക്കെ നിങ്ങൾ തുടങ്ങി വെച്ച് ഫോളോ ചെയ്യണം. അങ്ങനെ ഈ 6 ശക്തിയായ അമ്മ മാറിയല്ലോ. ജ്ഞാനശക്തി, ക്രിയാശക്തി, ആദിശക്തി. അങ്ങനെ 6 ശക്തിയായ അമ്മ മാറിയിട്ട് പരാശക്തി മുതൽ ഓംകാരശക്തി വരെയുള്ള 6 ശക്തികൾ. ഈ 6 ശക്തിയും തിരുമുഖമായിട്ടുള്ളതാണ് ആറുമുഖദേവൻ. ഈ 6 ശക്തിയുടെ മുഖങ്ങളായി മാറി നിൽക്കുന്നതാണ് ആറുമുഖദേവൻ. ശ്രീ മുരുകദേവന്റെ ഓംകാരനാദത്തിന്റെ ഉൾപ്പൊരുളായിട്ട് അതിൽ നിന്ന് വേറൊട്ട പൊരുളായിട്ടും ഭഗവാൻ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ശ്രീ സ്കന്ദദേവന്റെ ഉപദേശമൊക്കെ സ്വീകരിച്ച് പരമേശ്വരൻ ശ്രേഷ്ഠനായി. ഗുരുനാഥന്മാർ ഇല്ലാത്തവർ ശ്രേഷ്ഠന്മാരെന്ന് ഒരിക്കലും വിളിക്കാൻ കഴിയില്ല. നമ്മൾക്കൊരു ഗുരു വേണം ജീവിതത്തിൽ. ഗുരു ഇല്ല. ഇപ്പൊ എന്നോട് ചോദിക്കാൻ ആരാ ഗുരു? ജയപ്രകാശ് സ്വാമി മഹാരാജ്, ശിലപ്രഭാജി, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. ജയപ്രകാശ് സ്വാമി മഹാരാജ് നമ്മുടെ ഇസ്കോണിലേക്ക് പോണ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ നമുക്ക് ഗുരു എന്ന് പറയാൻ പറ്റും. എന്റെ ഗുരുവാണ്. ഇനി നമ്മള് ശ്രീ രാമചന്ദ്ര അടിക മൂകാംബികയില്, നമ്മുടെ സത്യധർമ്മൻ അടികൾ കൊടുങ്ങല്ലൂരില്, ഗുരുവായൂർ അമ്പലത്തിലെ വെളിച്ചപ്പാട് സുരേന്ദ്രൻ തിരുമേനി,
അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാർ. നമ്മുടെ ഇവിടെ വന്ന വ്യാസൻ ചേട്ടൻ, അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഞാൻ കേൾക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ്. പക്ഷെ നമുക്ക് മന്ത്രോപദേശം നൽകിയ ഗുരുക്കന്മാര് അത് വേറെ തന്നെയുണ്ട്. അപ്പോ ഒരു ഗുരു ഇല്ലാതെ ഒരിക്കലും ഒരാൾ ശ്രേഷ്ഠരാവുന്നില്ല. നിങ്ങൾക്കൊരു ഗുരുവുണ്ട്. ആരാ? ഇല്ലേ? നമ്മുടെ ക്ഷേത്രത്തിൽ നമുക്കൊരു ഗുരു ഇല്ലേ? അദ്ദേഹം ശരീരഭാവത്തിൽ ഇരുന്നാലും ശരീരമില്ലാതെ ഇരുന്നാലും ആ ഗുരുവിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്ര ഭാഗ്യം. അദ്ദേഹം നിങ്ങളുടെ ഗുരുവാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഭഗവാനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഭഗവാനെ നേരിട്ട് അദ്ദേഹം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ അത് സ്വീകരിച്ച് നിങ്ങൾ എത്രമാത്രം പുണ്യാത്മാക്കളാണ്. എന്നിട്ട് അത് കണ്ടിട്ടും കാണാത്ത പോലെ നടക്കാം. എന്നിട്ട് ഗുരുവിനെയും പ്രാർത്ഥിക്കും, ഭഗവാനെയും പ്രാർത്ഥിക്കും. ഇതിന്റെ തത്വം മനസ്സിലാക്കില്ല. നമ്മൾക്കായി നമ്മുടെ ഗുരുനാഥൻ ദൈവത്തെ കൊണ്ടുവന്ന് നൽകി. ഒരു ദൈവദോഷം അല്ലെങ്കിൽ ഒരു ദൈവകോപം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആരാ പറഞ്ഞുതരാം? ദൈവകോപം ഉണ്ടായിരുന്നു ആരാ പറഞ്ഞുതരാം? ഗുരു അല്ലേ? അവിടെ ഈശ്വരകോപം സംഭവിച്ചിരിക്കുന്ന ആര് പറഞ്ഞുതരും? ഗുരു പറഞ്ഞു തരും നമുക്ക്. ഗുരുവിന്റെ കോപം വന്നാലോ ദൈവം വന്ന് പറഞ്ഞുതരും, മോനെ എണീക്കടാ, നിന്നോട് ഗുരു പിണങ്ങിടാ, പോടാ എന്ന് ആരെങ്കിലും പറയോ? ഇല്ല. അപ്പൊ ആ ഗുരുവിന്റെ ശക്തി മനസ്സിലാക്കണം നമ്മള്. ആ ഗുരുവിന്റെ പൂർണ്ണത, പവിത്രത മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഗുരു ബ്രഹ്മ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു തന്നത്. ഇപ്പൊ കറക്റ്റ് ആയോ? ഗുരു ഈശ്വരനെ കാണിച്ചു തരും. ഈശ്വരനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വികലതകൾ സംഭവിച്ചാൽ ചൂണ്ടിക്കാണിച്ച് നമ്മളെ നേരായ വഴിക്ക് ഗുരു നടത്തും. പക്ഷെ ഗുരുവുമായിട്ടൊരു അകലം സംഭവിച്ചാൽ ആരും കാണിച്ചല്ല, വ്യർത്ഥമായി പോകും നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഗുരുവിനെ മുറുകെ പിടിക്കാൻ ശ്രമിക്കണം. അപ്പൊ ഇവിടെ പറയുന്നു, ഗുരുനാഥന്മാർ ഇല്ലാത്തവരെന്ന് ശ്രേഷ്ഠന്മാരല്ല എന്ന് തെളിയിക്കുകയായിരുന്നു ഇവിടെ. മഹാദേവൻ ലോകഗുരുവാണ്. ആ ലോകഗുരുവിന് ഉപദേശം കൊടുത്തവനാണ് ആര്? സ്കന്ദൻ. ഇപ്രകാരം സ്വാമിയായിരിക്കുന്ന ശ്രീ പരമേശ്വരന് നാഥനായി ശ്രീ മുരുകൻ ദേവൻ. അങ്ങനെ ഭഗവാൻ ആരായി? സ്വാമിനാഥനായി. ഇല്ലേ? പ്രണവമന്ത്രാക്ഷരത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തുകൊണ്ട് മഹാദേവന്റെ ഗുരുവായി ആര് മാറി? സ്കന്ദൻ. അങ്ങനെ പറഞ്ഞു കൊടുത്ത് സ്വാമിക്ക് ഗുരുപദേശം നൽകിയ മുരുകൻ സ്വാമിനാഥനായി. മഹാദേവൻ സ്കന്ദനിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചു എന്ന് അറിഞ്ഞപ്പോ അഗസ്ത്യ മഹർഷി പ്രണവത്തിന്റെ അർത്ഥം അറിയാൻ വേണ്ടിയിട്ട് സ്കന്ദ ലോകത്തിലേക്ക്, സ്കന്ദസ്ഥലത്തേക്ക് ഓടി വന്നു. എന്നിട്ട് വീരബാഹുവിനോട് അനുവാദം വാങ്ങി സ്കന്ദര് നമ്മുടെ എന്താ പറയാ, അഗസ്ത്യ മഹർഷി വേഗം പോയിട്ട് സ്കന്ദന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, സ്കന്ദ ദർശനം ലഭിച്ചു. എന്നിട്ട് അഗസ്ത്യ മഹർഷി ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ട് അഗസ്ത്യൻ പറഞ്ഞു, സ്കന്ദദേവ, കാമനെ ദഹിപ്പിച്ച കാമാരിയാണ് അവിടുത്തെ പിതാവ്. കാമനെ പോലും കത്തിച്ചു കളഞ്ഞിട്ടില്ലേ? നമ്മൾ ആദ്യം പഠിച്ചില്ലേ കാമദേവനെ കത്തിച്ചു എന്ന്. കാമദേവനെ പോലും ദഹിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അടിയൻ കാമമോഹാദികളിൽ ഉഴലുന്നവരാണ്. അഗസ്ത്യ മഹർഷി വരെ സാക്ഷ്യം പറയാണ്. കാമമോഹലോപാധികളിൽ ഉഴയുന്നവനാണ് അടിയൻ. അവിടുത്തെ കാലന്റെ കാലനാണ് അവിടുത്തെ പിതാവ് അല്ലെ? മഹാദേവൻ കാലന്റെയും കാലനാണ്. അടിയൻ കാലനെ പേടിക്കുന്നു. സർവേശ്വരനായിരിക്കുന്ന ശ്രീ പരമേശ്വരന് പ്രണവമന്ത്രം ഉപദേശിച്ച്, സ്കന്ദദേവ തിരുവള്ളം ഉണ്ടാവണേ, മനസ്സുണ്ടാവണേ, അടിയനും ആ ഭാഗ്യം സിദ്ധിച്ചു തരണേ. അഗസ്ത്യ മഹർഷി ചോദിക്കാം സ്കന്ദനോട്. അഗസ്ത്യ മഹർഷിയുടെ അപേക്ഷ കൈക്കൊണ്ട മുരുകദേവൻ പ്രണവമന്ത്രാക്ഷരവും വേദാഗമ ശാസ്ത്രവും ലോകമെങ്ങും അറിയാൻ വേണ്ടി അഗസ്ത്യമുനിയോട് പറഞ്ഞു. കാരണം അഗസ്ത്യമുനിക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ അദ്ദേഹം ഗ്രന്ഥങ്ങളാക്കും അല്ലെ? അതുവഴിയാണ് നമ്മളും ഇപ്പൊ പഠിക്കുന്നത്. അങ്ങനെ അഗസ്ത്യമുനിക്ക് ഭഗവാൻ ഈ പ്രണവമന്ത്രവും പറഞ്ഞു കൊടുത്തു. ഈ അഗസ്ത്യൻ പോലും ഈ സ്കന്ദസ്ഥലത്തേക്ക് ഓടിപ്പിടച്ചു വന്ന് ഭഗവാന്റെ കാല് തൊട്ട് യാചിച്ചു വാങ്ങിയ പ്രണവമന്ത്രം 4-5 ഫാന്റെ ചോട്ടില് സുഖമായിട്ട് ഇരുന്നിട്ട് നമ്മൾ കേൾക്കുക. വിലയില്ല. അഗസ്ത്യനാണ് കാല് പിടിച്ച് യാചിച്ചു വാങ്ങിയത് ആ പ്രണവമന്ത്രത്തിന്റെ അക്ഷരം. ഭഗവാൻ മഹാദേവൻ പോലും സ്കന്ദനോട് ചോദിച്ചു മേടിച്ചു. നമ്മക്കോ പ്രണവമന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലായി, ഓക്കെ, റെഡി, സൂപ്പർ. അങ്ങനെയല്ല. നമ്മുടെ ആത്മാവ് ഇതെല്ലാം ഓർത്തു വെക്കുന്നുണ്ട്. നമ്മുടെ ആത്മാവിന് ഇനി പുനർജന്മം ഇല്ലാത്ത രീതിയിൽ ഭഗവാനിലേക്ക് ലയിക്കാനുള്ള ചവിട്ടുപടിയിലാണ് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. സത്യം. ഇനി ഈ ലോകത്ത് ജീവിക്കണ്ട. അയ്യോ, എന്റെ മോനെ മോളെയൊക്കെ ആര് നോക്കും? മരിച്ചാ വന്ന് നോക്കുവോ? മരിച്ചാലേ ഒരു കാര്യം ചെയ്യും, മോനോട് പറയും, മോനെ ഞാൻ മരിച്ചാൽ എന്റെ ദേഹം ഇവിടെ തന്നെ ഒരു 2 ദിവസം അധികം വെക്കണേടാ, അമ്മയുടെ ബെഡിൽ ഒന്ന് കിടത്തേടാ. കിടത്തൂല. അയ്യോ നാറിയിട്ട് വയ്യ, നമ്മൾ അവര് കൊണ്ടേ കത്തിക്കും. ഇനി പോട്ടെ, മരിച്ചു കഴിഞ്ഞാൽ ഭഗവാനോട് പറയാം, ഭഗവാനെ ഞാൻ മരിച്ചിട്ട് 1 വർഷമായില്ലേ, ഞാൻ എന്റെ മോനെ ഒന്ന് ചെന്ന് കാണട്ടെ, അല്ലെ എന്റെ മോളെ ഒന്ന് ചെന്ന് കാണട്ടെ, ഭർത്താവിനെ ഒന്ന് ചെന്ന് കാണട്ടെ.
ഒന്നെന്നെ അങ്ങോട്ടായിക്കോ, അയ്യോ പ്രേതം വന്നേന്ന് പറഞ്ഞിട്ട് ഓടും നമ്മുടെ പ്രിയപ്പെട്ടവര് അല്ലെ. നിർത്തൂല. പ്രേതകാർപാട്, അയ്യോ എന്റെ അച്ഛന്റെ പ്രേതം അവിടെ നിന്നോട്ടെ എന്ന് ആരെങ്കിലും പറയോ? പറയില്ല. അത്രയേ ഉള്ളൂ മനുഷ്യബന്ധങ്ങൾ. അപ്പൊ ഈ ബന്ധങ്ങളെല്ലാം തിരസ്കരിച്ച് ജീവിച്ചിരിക്കുമ്പം അവരോടുള്ള കടമകളെല്ലാം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം? മോക്ഷം പ്രാപിക്കാം. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. അതിനല്ലേ പോണത്. സ്വാമിയെ കണ്ട് സ്വാമിമല കയറി അയ്യപ്പ തിരുസന്നിധിയിലും നമ്മുടെ മുരുകന്റെ അടുത്തൊക്കെ പോയിട്ട് മോക്ഷം വാങ്ങി ഈ ലോകത്ത് നിന്ന് വസ്ത്രമാകുന്ന ശരീരത്തെ ഇവിടെ പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിച്ചിട്ട് അനശ്വരമായ ആത്മാവ് ഭഗവാന്റെ തൃപാദങ്ങളിലേക്ക് ലയിച്ച് ഒരു അനന്തമായ സന്തോഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ എന്ത് സുഖാണെന്നറിയാമോ? എന്ത് സമാധാനാണെന്നറിയാമോ? അവിടെ അനന്തമായ ഒരു സന്തോഷം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. സത്യം. നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ എന്താ പറയാ? അയ്യോ ഭഗവാനെ, ചോറ് ഇനിയിപ്പം കൊടുക്കേണ്ടി വരുമല്ലോ, ഉച്ചയ്ക്കാണ് വരുന്നെങ്കിൽ ഒരു ഇച്ചിരി കറിയെ വെച്ചിട്ടുള്ളൂ, ഞാനിപ്പോ രണ്ടാമതും വെക്കണം, എങ്ങനെ കഴിച്ചോ ഇല്ലെന്ന് ചോദിക്കും. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മായി കഴിച്ചു, അമ്മായി വാ അമ്മായി കുറച്ച് കഴിക്കും, അമ്മായി കുറച്ച് കഴിക്കും അമ്മായി. മനസ്സിലോട് അമ്മായി പറയാ, എന്നാ പിന്നെ ലേശം എടുത്തു, അടുക്കളയിൽ പോയിട്ട് കൊണ്ടുപോകണം, ഇത് എടുത്തോ കയറി വന്ന് അത് കുത്തി അച്ഛന് മാറ്റിവെക്ക്. ഇതൊക്കെയാണ് അടുക്കളയിൽ നടക്കുക. പക്ഷെ ദേവലോകത്ത് ഇതെല്ലാം നടക്കാം. നമ്മളെന്ന ആത്മാവ് ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ ഈശ്വരൻ ഇറങ്ങി വരും. ആ ആത്മാവിനെ ചേർത്ത് പിടിക്കും. നമ്മളെ അങ്ങ് കൃഷ്ണനോ മുരുകനോ അങ്ങ് കെട്ടിപ്പിടിക്കുമ്പോൾ ആ ആത്മാവ് ഇത്ര കാലവും ഭൂമിയിൽ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും കണ്ണീരോടെ പൊട്ടി തീർക്കും ഭഗവാന്റെ മുമ്പിൽ. ഒപ്പം ഭഗവാനെ സേവിക്കുന്ന ഇതുപോലുള്ള ആത്മാക്കൾ ഒരുപാടുണ്ട് അവിടെ. അവരെല്ലാം വരും നിറഞ്ഞ ചിരിയുമായിട്ട് നമ്മളെ സ്വീകരിക്കാൻ. അങ്ങനെ നമ്മളും ആ ലോകത്ത് എന്ത് ചെയ്യും? സേവ ചെയ്യും. അങ്ങനെയുള്ളവരെയാണ് എന്ത് പറയുന്നത്? മഞ്ചരികൾ. പൂന്താനം തിരുമേനിയെ പോലെയും ഗുരുരമ്മയെ പോലെയുള്ളവരൊക്കെ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് ഭഗവാന്റെ ലോകത്തെത്തി. എവിടെ? ഭൂലോകത്ത്. അവിടെ എന്തുണ്ട്? നമ്മള് ശ്രീകൃഷ്ണ സീരിയലിൽ കണ്ട എല്ലാം അവിടെയുണ്ട്. കിളികള്, പൂക്കള്, പൂമ്പാറ്റകള്, പാട്ട്, ഊഞ്ഞാല്, രാധാറാണി, ഗോപികമാര് എല്ലാവരും ഉണ്ട്. പശു, മയില്, നൃത്തം, അവിടെ എന്ത്? ഗംഗാ നദി, യമുനാ നദി എല്ലാം ഉണ്ട്. എല്ലാം റിയാലിറ്റി. നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ റിയാലിറ്റി അവിടെയുള്ളത്. അവിടെ ഭഗവാൻ ഇങ്ങനെ കളിച്ചും ചിരിച്ചും ആടി തിമിർത്ത് നടക്കാം. ഒപ്പം നമ്മുടെ പൂന്താനം തിരുമേനിയുണ്ട്, ഗൂരൂരമ്മയുണ്ട്, മേൽപ്പത്തൂരുണ്ട്, ഭഗവാന്റെ ഭക്തോത്തന്മാരെല്ലാവരും അവിടെയുണ്ട്. അറിഞ്ഞും അറിയാത്ത നമ്മുടെ മീരാദേവി എല്ലാവരും ഉണ്ട്. എല്ലാവരും അവിടെ ആനന്ദ നൃത്തമാടുന്നു, രാസലീലയാടുന്നു, മഹാരാസാടുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. അവിടെ രാത്രിയില്ല, പകലില്ല, ദുഃഖമില്ല, വേദനയില്ല, സന്തോഷം മാത്രം. എല്ലാവരും ആ പുൽമേടുകളിൽ ഉറങ്ങുന്നു. ആർക്കും ശത്രുതയില്ല. നമ്മളിവിടെ അയ്യോ പാമ്പുണ്ടാവും, അവിടെ പാമ്പ് പോലും നമ്മുടെ മിത്രമാണ്. അങ്ങനെ എല്ലാം നമുക്ക് മിത്രങ്ങളായി അവിടെ അങ്ങനെ ആറാടാണ്. ഭൂമിയും എന്ന ആ ബന്ധം നമ്മൾ എന്നേക്കുമായിട്ട് മറന്നു പോവുകയാണ്. മോക്ഷം കിട്ടിയാൽ ഇങ്ങനെ ഒരു ലോകം നമുക്ക് എവിടെ നിന്ന് വന്നു നമുക്കറിയോ? ഒരു പ്രീവിയസ് ബർത്ത് നമുക്ക് അറിഞ്ഞൂടാ അല്ലെ? നമ്മളെ കഴിഞ്ഞ ബർത്ത് അതൊരു മറവി നമുക്ക് സംഭവിച്ചു. അതേപോലെ നമ്മൾ ജീവിച്ച ഈ ഭൂമിയെ നമ്മൾ പാടേ മറന്ന് അവിടെ ഭഗവാനുമായിട്ട് ആനന്ദ തിമിർത്ത് നമ്മളിങ്ങനെ ഓരോ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, യുഗങ്ങളൊന്നും അറിയാതെ പോവാണ്. ഭഗവാന് സേവ ചെയ്ത് വെണ്ണയിട്ട് ഇങ്ങനെ വെണ്ണയൊക്കെ കടഞ്ഞെടുത്ത് ആ പരസ്പര ഹോളി പോലെയൊക്കെ ആഘോഷിച്ച് ദിവസവും ആഘോഷങ്ങൾ. ആ ജീവാത്മാവ് അവിടെ പരമാനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുക. ഇതാണ് മോക്ഷം. ഈ ഒരു പരമാനന്ദത്തിനായിട്ടാണ് ഓരോ ജീവരാശികളും ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ഇവിടെ നല്ല പ്രവൃത്തികൾ ചെയ്താൽ നമ്മൾ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തും. അങ്ങനെ ഗോലോകത്ത് മോക്ഷമായിട്ട് നമ്മളിങ്ങനെ ആനന്ദിക്കും. ഇവിടെ നമ്മുടെ അച്ഛനാര്, അമ്മയാര്, ബന്ധുവാര്, മിത്രമാര് ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ അവിടെ ഭഗവാൻ ഉണ്ണിക്കണ്ണിൽ നിന്ന് നേദ്യം കൊടുക്കുന്നു. കൃഷ്ണൻ വരുന്നു. ഗോപികമാരെല്ലാം അതേ വേഷവിധത്തില് അവരെന്താ ചെയ്യാ? പഴശുക്കളെ എല്ലാം മേയിച്ചു വരുന്നു, പാല് കറക്കുന്നു, വെണ്ണ ഉണ്ടാക്കുന്നു, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. അതാണ് ഗോലോകം. അങ്ങനെ ഒരു ലോകമുണ്ട്. 7 ലോകങ്ങളും കടന്ന് വിരജാനദിയും ബ്രഹ്മജ്യോതിയും എല്ലാം കടന്ന് ഗോലോകത്തിലേക്ക് പോകും നമ്മൾ. ആ ഗോലോകത്തിലിരുന്ന് ഭഗവാനെ ആടിത്തമർത്ത് ഭഗവാന് സേവ ചെയ്യുന്ന വ്യക്തികളെ മഞ്ചരികൾ എന്ന് പറയുന്നു. അതാണ് ഞാൻ ട്രസ്റ്റിന് പേര് വെച്ചത്, ഗുരുവായൂർ മഞ്ചരീസ്. എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും മഞ്ചരികളാണ്. അവർ ജപിക്കുന്നു, വായിക്കുന്നു, പരസ്പരം സ്നേഹിക്കുന്നു, തെരുവിൽ അന്നദാനം കൊടുക്കുന്നു. ഗ്രൂപ്പിൽ ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ ഒപ്പം നിൽക്കുന്നു, സാമ്പത്തിക സഹായം ചെയ്യുന്നു, അവരെ ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടുന്ന് പുറത്തു കൊണ്ടുവരുന്നു എന്ന് വേണ്ട എന്തിനും മഞ്ചരീസ് ഒരുമിച്ച് ഒറ്റക്കെട്ടാണ്. ആരാണോ കഷ്ടപ്പെടുന്നത് അവിടെ മഞ്ചരീസ് എത്തും. അങ്ങനെ അവരെ ചേർത്ത് പിടിച്ച് 5 വർഷമായിട്ട് മഞ്ചരീസ് ഇങ്ങനെ പ്രയാണം നടക്കുകയാണ്. കിഡ്നി പേഷ്യന്റ് ആയിരിക്കുന്ന ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു ആശ്രയമില്ലാതപ്പം ഭാര്യയുടെ കിഡ്നി ഭർത്താവിന് വെച്ചു കൊടുത്ത് 3 മക്കളടങ്ങുന്ന ആ കുടുംബത്തെ മഞ്ചരീസ് ഉള്ളം കയ്യിലെടുത്തു. അഭിമാനം തോന്നുന്നില്ലേ? ഇന്നും അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു. മഞ്ചരീസ് ഗ്രൂപ്പിലെ ഒത്തിരി പാവങ്ങളെ സഹായിച്ചും തെരുവിൽ 100ഓളം പേർക്ക് ഭക്ഷണം കൊടുത്തും വസ്ത്രം കൊടുത്തും കുട്ടികൾക്ക് പഠിക്കാൻ പുസ്തകം കൊടുത്തും അങ്ങനെ മഞ്ചരീസ് ഇങ്ങനെ യാത്ര ചെയ്യാണ്.
അവരാരും നോൺ വെജ് കഴിക്കില്ല, എല്ലാവരും വെജിറ്റേറിയൻ, എല്ലാവരും ജപിക്കും, എല്ലാവരും വായിക്കും, ഏകാദശി എടുക്കും, എല്ലാവരും ക്ലാസ് കേൾക്കും, എല്ലാവരും നിശബ്ദമായ രീതിയിൽ കുടുംബത്തിലെ സമാധാനത്തോടെ പോകുന്നു. മദ്യപിച്ചിരുന്നവരെല്ലാം മദ്യം നിർത്തി, സ്ത്രീകളെല്ലാം സമാധാനമായി. ഞങ്ങൾ ഗെറ്റ് ടുഗദർ കൂടും, എല്ലാ വർഷവും ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട് ഗുരുവായൂർ. 2 ദിവസത്തെ ഗെറ്റ് ടുഗദർ ഞാൻ പ്ലാൻ ചെയ്യും. 5 ദിവസമായാലും ഇതൊന്നും പോകില്ല. മാതാജി നമുക്ക് 2 ദിവസം കൂടി കണ്ടു പോവാം, നിക്കി മാതാജി നമുക്ക് പോവാം. എല്ലാവരും എവിടെ നിന്നൊക്കെ വന്നായിരിക്കോ ഗ്രൂപ്പിലുള്ളവര് എല്ലാവരും ഒരു റൂമിൽ അങ്ങ് കട്ടക്കിട. അവസാനം ഞാൻ കിടക്കുന്ന സ്ഥലം പോലും ഇല്ലാതെയാവും, അവിടെയും കയറി കിടക്കും. അങ്ങനെ എല്ലാവരും ഒരു കുടുംബമായി കളിച്ചും ചിരിച്ചും പരസ്പരം ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ ഭക്ഷണം കൊടുത്തും ആടിയും പാടിയും രസിച്ചും കുറെ അമ്മമാരും കുട്ടികളും അച്ഛന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും സഹോദരന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും. ലൈബ്രറിയാണ് എല്ലാവരും കയറുക ക്ലാസ് കേൾക്കാൻ. ഒരാളെ കണ്ടില്ല, അയ്യോ ഇന്ന് അവരെ കണ്ടില്ലല്ലോ, എവിടെ പോയി? ഉടനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിക്കും, എന്ത് പറ്റി കണ്ടില്ല ലൈവ്? ഇല്ല മാതാജി തിരക്കായിരുന്നു, വീട്ടിലെത്തില്ല. ലൈവ് പിന്നെ കാണാം, ക്ലാസ് കേട്ടോ, ഓക്കെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്തും സ്നേഹിച്ചും ഒരു മനസ്സുപോലെ മഞ്ജരീസ് യാത്ര തുടരാണ് 5 വർഷമായിട്ട്. ഒരുമിച്ചൊരു വൃന്ദാവന യാത്ര പോകും വർഷത്തിൽ ഒരിക്കൽ. കഴിഞ്ഞ വർഷം പോയപ്പം 10 ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തത്. തൃശ്ശൂർ ടു എല്ലാ യാത്രയും ഞങ്ങൾ തൃശ്ശൂരാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവരും തൃശ്ശൂരെത്തും. തൃശ്ശൂർ വന്ന് വണ്ടിയിൽ ഒരു ബോഗി അങ്ങ് ബുക്ക് ചെയ്യും. കാരണം 50 പേര് 60 പേര് 100 പേരൊക്കെ ആയിട്ടാ പോവാ. ഒരു ബോഗി അങ്ങ് ബുക്ക് ചെയ്ത് പോയി. മധുരയിലെത്തി. എന്റെ ബാഗ് വേറെ ആരോ ബാഗ് വേറെ, എന്തായാലും വണ്ടിയിൽ എല്ലാ ബാഗും ഇറക്കി ഞങ്ങൾ എല്ലാവരും. എന്നിട്ട് കൂട്ടിയിട്ടിട്ട് തപ്പുക, എന്റെ ബാഗ് ഏതാ അവന്റെ ബാഗ് ഏതാന്ന്. അങ്ങനെ തപ്പി. ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടുതൽ, അവരൊക്കെ എല്ലാവരും ബാഗും എടുത്ത് 3-4 വണ്ടി വിളിച്ച് കയറ്റി വൃന്ദാവതി ഹോട്ടലിൽ ചെന്ന് 10 ദിവസത്തെ യാത്രയ്ക്ക് പോയ ഞാൻ അവിടെ വെച്ച് എന്നെ കൊണ്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യിച്ച് 15-ാം ദിവസം അവിടെ എത്തി. നമുക്ക് 3-4 ദിവസം കഴിഞ്ഞിട്ട് പോവാം മാതാജി. അങ്ങനെ ഒരുമിച്ച് ഒരേ മനസ്സോടെ സന്തോഷത്തോടെ. അപ്പൊ ആ മനസ്ഥിതിയാണ് നമുക്ക് ഭക്തിയിലൂടെ ലഭിക്കേണ്ടത്, അല്ലെ? ആ മനസ്ഥിതി വേണം മഞ്ജരീസിലൂടെ, അല്ലെങ്കിൽ എന്താ പറയുക, ഭക്തിയിലൂടെ നമുക്ക് ലഭിക്കാൻ. മഞ്ജരീസിലൂടെ ഭക്തിയിലൂടെ ലഭിക്കാൻ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ജീവിക്കേണ്ടത്. ആ ഒരു പരമാനന്ദമാണ് ജീവിതത്തിൽ വേണ്ടത്. അല്ലെങ്കിൽ 4 പോയിന്റ് ചെയിൻ കിട്ടിയപ്പോഴത്തേക്ക് അയ്യോ എനിക്കങ്ങ് പാല കിട്ടി, ഞാൻ അടുത്ത കല്യാണത്തിന് ഉറപ്പായിട്ടും പോയി കാണിക്കാൻ. അതല്ല പരമാനന്ദം. അല്ലെ നല്ല സദ്യ കഴിച്ചു നിറഞ്ഞു, അതല്ല പരമാനന്ദം. ഈശ്വരീയ ചിന്താഗതിയിലൂടെ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്, അതാണ് പരമാനന്ദം. ആ പരമാനന്ദം അനുഭവിക്കണമെങ്കിൽ നമുക്കൊരു ഗുരു വേണം. ആ ഗുരുവിന്റെ വാക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? പരമാനന്ദം അനുഭവിച്ചറിയാം. അങ്ങനെ ഈശ്വരനെ തേടി, ഈശ്വരനെ അറിഞ്ഞ്, ഈശ്വരനിലൂടെ ജീവിച്ചു പോവുക. പ്രതികാരം വേണ്ട, അസൂയ വേണ്ട, അങ്ങനെയുള്ള മനസ്ഥിതികളൊന്നും വേണ്ട. ഓക്കെ. ഇനി ഭഗവാൻ താരകാസുരനെ എല്ലാം വധിക്കാനുള്ള പടയൊരുക്കം നടത്താൻ പോവുക. ഭക്ഷണം കഴിച്ചൊന്ന് നടത്തിയാൽ മതിയോ? പടയൊരുക്കം സമയം എത്രയായി? 1 മണി. അപ്പൊ നമുക്ക് കഴിച്ചു വന്നിട്ട് പടയൊരുക്കം നടത്താം നല്ല പൂർവാധികം ശക്തിയോടെ. 2 ദിവസം കൂടെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ നോം പോവുകയാണ്. അച്ഛനും മഞ്ജരീസി ചേർന്ന് അച്ഛാ. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പോവും. 30-ാം തീയതി വരെ ഉള്ളൂ. ഇപ്പൊ സൗണ്ട് സിസ്റ്റത്തിന്റെ പിള്ളേരിക്കോ, ചേച്ചിയുടെ മുരുകന്റെ കത്തി കേട്ടി 2 ദിവസം ഞങ്ങൾ സഹിക്കണോ ചേച്ചി? അപ്പൊ നാളെ മറ്റന്നാളും കൂടി വരും. അത് കഴിഞ്ഞാല് 30-ാം തീയതി ഞാൻ പോയിട്ട് വരും, തിരിച്ചു വരും. ഉറപ്പായിട്ടും എന്തെങ്കിലും വരുമ്പോ ഇവിടെ ഭഗവാനെ കണ്ട് തൊഴുതും. പക്ഷെ എല്ലാവരും ഇതുപോലെ കാണാൻ സാധിക്കില്ല. ഇനി എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടായി കമ്മിറ്റിക്കാരെ വിളിച്ചാൽ ഉറപ്പായിട്ടും എനിക്ക് ഷൂട്ടിംഗ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ ഞാൻ അഥവാ ഷൂട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിച്ച് ഞാൻ കയ്യോ കാലൊക്കെ പിടിച്ചിട്ട് വരും. ആദ്യത്തെ ഒരു കാര്യം പറയും, സാർ പറയും അമ്മ ഉണ്മയെ சொல்ல எங்க போற? சார் அது வந்துட்டு எனக்கு அர்ஜென்ட்டா போகணும், அதான் உண்மையை சொல்லமோ, நீ எதுக்கு போற? சார் நான் கோயிலுக்கு போறோம் சார், என்ன அனுப்புங்க சார் ப்ளீஸ். அப்ப அவர் விடும், சரிம்மா நீ போயிட்டு வா. எவ்வளவு நாள்? 3 നാൾ தான் சார் கேட்டேன், ஆனா 5 നാൾ ആകും വരதுக்கு എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടും. 2 ദിവസം കഴിഞ്ഞാല് 1-ാം തീയതി പോവാണ്. 2-ാം തീയതി എൻ്റെ മകന്റെ പിറന്നാളാണ്, സഞ്ജയുടെ. അപ്പം അവന്റെ പിറന്നാളിന് 30-ാം തീയതി എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ വരുന്നുണ്ട്. അവർ വന്ന സന്തോഷത്തോടെ നമ്മൾ കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്ന്. കുട്ടികളുടെ ലോകത്ത് കേക്ക് കട്ട് ചെയ്യുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. എനിക്ക് അതിനോട് താല്പര്യമൊന്നുമില്ല, ഞാൻ കട്ട് ചെയ്യാനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. വെജ് കേക്ക്, ഞങ്ങൾ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് അവിടെയും ഞങ്ങൾ വെജ് കണ്ടുപിടിക്കും. വെജ് കേക്കൊക്കെ മേടിച്ച് കുട്ടികളുടെ ലോകത്ത് അവർക്കൊരു സന്തോഷത്തിന് കേക്കൊക്കെ കട്ട് ചെയ്ത് 1-ാം തീയതി ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് നേരെ മൂകാംബികയിലേക്ക് പോവാണ്. അതും ഒരു പടയൊരുക്കമായിരിക്കും. ഇതിനെല്ലാത്തിനെയും വലിച്ച് ഞാൻ പോട്ടെ, എനിക്ക് വയ്യ, ആലോചിക്കാൻ വയ്യ. മാതാജി 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 എന്ന് പറഞ്ഞിട്ട് ചെവി തിന്നും. നേരെ മൂകാംബിക. അവിടെ പോയി കാശി തീർത്ഥം മിക്കവാറും തലകുലി മറിച്ചിടും. അവിടെ പോയി കുളിച്ച് ദേവിയുടെ അടുത്തിരുന്ന് അന്നദാനം കഴിച്ച് 8 പേരടങ്ങുന്ന റൂം വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതിലൊരു 16 പേരെങ്കിലും കിടക്കും ഉറപ്പാ.
എല്ലാം കൂടി ഒരു റൂമിൽ കട്ടക്കിട്ട് കഥ പറഞ്ഞ് ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ നേരെ തിരിച്ച് ഞങ്ങൾ 2 ദിവസം മൂകാംബിക